പുറത്ത് മീൻകാരന്റെ മുമ്പിൽ പോണത് മാക്സ് എടുത്ത് തൂക്കി കുത്തിയിട്ട് ഒക്കെ ആയിരിക്കാം മേ ബി. എനിക്ക് KSRTC അവിടെ റൂം എടുത്തിട്ട് മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് പിന്നെ എന്റെ ലൈഫ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ലൈഫ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഹസ്ബൻഡിനെ ഞാൻ വേറെ ഒരു നെഗറ്റീവ് വശത്തേക്ക് വിടാതെ അല്ലെങ്കിൽ തള്ളി വിടാതെ തിരിച്ച് ഞാൻ കൊണ്ടുവന്നു. എന്റെ ആധാരം ഒരു പെണ്ണായിട്ട് ഞാനെന്ന് പറയും. സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് പൈസ കൊണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നോ ഗൈസ്? ദാറ്റ് ഈസ് ദ മാറ്റർ. ലേഡീസിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവർ മുന്നോട്ട് വരണം, അവർ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കണം. എപ്പോഴും ഒരാളുടെ മുന്നിൽ കയ്യെഴുതി നിൽക്കണം എന്ന് ആഗ്രഹിക്കാതെ നല്ല ആർജവമുള്ള, മരിക്കാതെ ഒരുപാട് പേര് അടിച്ചമർത്തുമ്പോൾ മരിക്കാതെ ജീവിതത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വീഡിയോ ഇട്ട എന്നെ ഇവർ പറയുന്നത് ഞാൻ ഇസ്ലാമിനെ അല്ലെങ്കിൽ കുറെ സ്ത്രീകളെ വഴിതെറ്റിക്കാണ്. എങ്ങനെ എനിക്കിതൊക്കെ അംഗീകരിക്കാൻ പറ്റും? ശരിക്കും ഒരു ഈമാന് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, പഠിച്ചോനെ ശരിക്കും പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോയോ ആരും ഉപയോഗിക്കില്ല. എന്റെ ഷോപ്പില് എന്റെ സ്റ്റാഫ് അത്യാവശ്യം നല്ലൊരു വാടക തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി കുറച്ച് വീട്ടിലിരുന്നിട്ട് വാടക വാങ്ങിച്ചിരിക്കാന്ന്, നല്ല വാടക തരാറുണ്ട്. ഞാൻ സമ്മതിച്ച് അവനെല്ലാം ഏൽപ്പിച്ചു. ഒരു 3 വർഷമായി കൊണ്ട് 3 വർഷം അങ്ങനെ. ഈ ഒരു വീഡിയോ ഞാനെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലാസ്റ്റ് ഭാഗം എടുക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മുടെ കണ്ടിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഭർത്താവുമായിട്ട് വന്നിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്ന അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഓൾറെഡി അൽഹംദുലില്ലാ നമ്മുടെ ചാനലിൽ നല്ല റീച്ചും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും നമുക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യൂസ് കൂട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടികളൊന്നും കിട്ടൂല. അങ്ങനെ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് നമ്മുടെ ചാനൽ ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഇസ്ലാമോ മുസ്ലിമോ അല്ലെങ്കിൽ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് ഭയങ്കര ഒരു ഇത് വന്ന സമയത്ത് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് എനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥ വന്നുകൊണ്ട് മാത്രം ഗതികെട്ടുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ഇടുന്ന ഒരു ചാനലാണ്. ദയവേത് ഇത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കുന്നത്. എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടി, എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഇനിയെങ്കിലും സമാധാനത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് മറ്റ് ഫാമിലി, ആ ഫാമിലീനെ പോലെ നിങ്ങൾ ചെയ്യാണോ, ഏത് ഫാമിലി ഞാൻ പറഞ്ഞില്ല, ഈ ഫാമിലീനെ പോലെ ചെയ്യാണോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഫാമിലിയിൽ അങ്ങനെ എങ്ങനെയെന്ന് പറയണ്ട. ഇത് അതൊന്നും അല്ല പ്ലീസ്. നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റ് ടെൻസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നീട് നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്തു അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ എന്ന നിലക്ക് മാത്രം ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുള്ളൂ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ആയിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് വന്നതാണ്. പൊതുവേ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ ലേഡീസ് കൂടുതലായിട്ട് കാണുന്ന ഒരു ചാനലാണ്. അതായത് 100% ആൾക്കാരെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ 75% ലേഡീസും 25% പുരുഷന്മാരാണ് കാണുന്നതാണ് യൂട്യൂബ് മാമൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു കണക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അധികം മൂപ്പരപ്പോൾ ഇൻക്ലൂഡ് ആക്കുന്നുമില്ല. അതിന് വേറെ കുറച്ച് റീസണും ഉണ്ട്. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര ദിവസത്തിൽ മനസ്സിലായ ഒരു കാര്യം, ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എല്ലാ വീഡിയോയും എല്ലാവരും കാണില്ല യൂട്യൂബിൽ. അവർക്ക് സജഷൻ പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള തംബ്നെയിൽ ടൈറ്റിൽ അനുസരിച്ച് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അപ്പം നമ്മൾ ചില പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് പാർട്ട് 1 മാത്രം കണ്ടിട്ട് പല കാര്യങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്ന കുറേ സംഭവങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ 2023 കഴിയാണ് ഇന്നത്തെ ദിവസം. ആ ദിവസമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്താ പറയുക, ഞാൻ ബെഗ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 4 വർഷമായി നിർത്താതെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അതായത് 4 വർഷം എന്ന് പറയുമ്പോൾ എത്രയെന്നറിയോ? ഞാൻ ഇവിടെ കണക്കാക്കി ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് ഉള്ളത്? 364 365 അതുപോലും അറിയില്ല. അപ്പം ഞാൻ 365 വെച്ച് കണക്കാക്കിയിട്ടുണ്ട് എന്ന് വെച്ചോളി.
ഏതായാലും ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് അവൾക്ക് ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരുത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ എന്നെ പറ്റിയിട്ടൊരു കമൻറ്റ് കണ്ടു. ബേസിക് വിദ്യാഭ്യാസം ഇല്ലാത്തത് നമ്മുടെ തെറ്റൊന്നും അല്ലല്ലോ സഹോദരി. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ചിലവർക്ക് നേടാൻ പറ്റും, ചിലവർക്ക് നേടാൻ പറ്റില്ല. അത് വെച്ചിട്ട് നമ്മളൊരു മനുഷ്യനെ അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും 365 × 4 വർഷം നോക്കുന്ന സമയത്ത് 1460 ദിവസമാണ് വരുന്നത്. അപ്പം ആക്റ്റീവായിട്ട് ഞാൻ നിർത്താതെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 1460 ദിവസമായി എന്ന് വേണം പറയാൻ. അത് ഞാൻ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ പറഞ്ഞത്, മറന്നുപോയി. സ്റ്റാർട്ടിങ് എന്തായിരുന്നു? എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ര ദിവസം ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീണ്ടും പഠിപ്പ് നിർത്തിയിട്ട് പഠിക്കാൻ പോയി പിന്നെ ജോലി കിട്ടിയതിന് ശേഷം വന്ന് കമൻ്റ് ഇട്ട ആൾക്കാരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ട ആൾക്കാരുണ്ട്. 3-4 മക്കളായിട്ട് പണികൾ ചെയ്തിട്ട് നമസ്കാരം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ സിലുത്ത് ഇത്രയും തിരക്കിൽ നിസ്കാരം കറക്റ്റായിട്ട് നിർവഹിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് നിർവഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിസ്കാരം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അതൊക്കെ എനിക്ക് അഭിമാനമുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടണം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. എത്രയോ പേര് ഇതൊന്നും തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ടുവന്ന് പബ്ലിസിറ്റി ചെയ്യാനോ ഒന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അതൊന്നും ഒരു റെക്കോർഡായിട്ടില്ല. പക്ഷെ ഇതെൻ്റെ ഒരു യാചിക്കാണെന്ന് കൂട്ടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക. അത് കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഞാൻ ബെഗ്ഗയാണ്, ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം. ചെറിയൊരു മാറ്റമെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ലൈഫിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഈ കാണുന്ന സമയത്തൊക്കെ ഇവർ എന്നെ കെട്ടിപ്പിടിച്ച് കരയും. കണ്ണിനൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഭയങ്കര ആത്മാർത്ഥതയോടെ സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട്. മെസ്സേജ് വന്നിട്ടുണ്ട്, വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്ത് മെസ്സേജ് പറഞ്ഞിട്ട് എന്ത് നിങ്ങളുടെ വായോട് പറയേ, കേൾക്കുമ്പോ ഒരു സുഖല്ലേ? എങ്ങനെ അത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? പറയേ. ഇങ്ങനെ ഓരോരുത്തര് എൻ്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത് പബ്ലിക്കായിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ ഒരു കാര്യമുണ്ട്. എൻ്റെ ആ ഒരു കുറച്ചെങ്കിലും ഉപകാരം എൻ്റെ വീഡിയോന്ന് കിട്ടിയെന്ന് കുറച്ച് പേര് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. ഈ 2023 കഴിയാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് എല്ലാവരും കാണുക മാറ്റങ്ങളും എൻ്റെ വിജയവും ഒക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ടൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ കുറേ മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മ ആണെങ്കിലും എനിക്ക് നേരിട്ട് അറിയുന്ന ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്, നിന്റെ നന്മകൾ അല്ലെങ്കിൽ നിനക്ക് പഠിച്ചോന്ന് തരുന്ന അനുഗ്രഹങ്ങൾ നീ വീഡിയോയിലൂടെ കാണിക്കല്ലേ, എല്ലാവരുടെ കണ്ണും എല്ലാവരുടെ ചിന്തയും ഒരുപോലെ ഉണ്ടാവില്ല എന്നുള്ളത് അതൊരു ഹദീസിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോൾ നല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ കാണുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് നോക്ക് അവർക്ക് ഇങ്ങനെ എന്നെനിക്ക് തോന്നില്ല. അതിന് വരെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. അവർ ആ ഒരു സംഭവം കിട്ടാനും വേണ്ടിയിട്ട് എത്രയോ രാവും പകലും അധ്വാനിച്ച് അവർ അധ്വാനത്തിൻ്റെ ഫലം റബ്ബ് കൊടുക്കുന്നു. അതിൽ നമ്മൾ അസൂയപ്പെടാനോ അതൊന്നും നമുക്ക് അവകാശമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുന്ന ആൾക്കാരും അങ്ങനെ ചിന്തിക്കും എന്ന് ഞാൻ കരുതി. പക്ഷെ അതിൽ കുറേ തെറ്റുകുറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നമ്മളൊരു കല്യാണത്തിന് പോയ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ കുറേ നല്ല വസ്ത്രം ധരിച്ചതിനും ആഭരണം ധരിച്ചതിനും ഒക്കെ ആ ശരിക്കും പബ്ലിക്കായിട്ട് തന്നെ അതിനെതിരെ മീൻസ് ഇവൾക്കിപ്പോൾ എന്താ പറയുക കാശ് വന്നതിൻ്റെ അഹങ്കാരം അങ്ങനെ ഇങ്ങനെ അതിൽ നമ്മൾ അഹങ്കാരം ഒന്നും കാണിച്ചില്ല. പക്ഷെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, അതായത് പാസ്റ്റ് ടെൻസ്. ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നു പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്കറിയാം, ഞാൻ എന്തും ഒരു കണ്ടന്റ് കൊണ്ടുവരുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അതിന് നമുക്ക് ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് അത്. സാധാരണ മോട്ടിവേഷൻ പറയുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും എഴുതി വെച്ചതോ ഒക്കെ പറയുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അതിൽ നിന്നും ഞാൻ എങ്ങനെ തരണം ചെയ്തു വിജയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലേക്ക?
എന്തൊരു കാര്യവും ഞാൻ എല്ലാം നിങ്ങളുടെ കയ്യിൽ വന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. സക്സസ് ആയി എൻ്റെ ലൈഫിൽ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം, യെസ് അത് സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ എന്തൊരു കാര്യം പറയുന്നത്. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സിലുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കും പറ്റില്ല എന്ന് ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം. പഠിക്കാൻ പോയിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യം ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. എന്തൊരു കാര്യം സസ്പെൻസ് ആയിട്ടായിരിക്കും ഞാൻ പെട്ടെന്ന് വന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു സംഭവം എൻ്റെ ഇനിയൊരു സംഭവം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ സെന്റിമെന്റ് പറഞ്ഞ് അല്ലെങ്കിൽ ദാരിദ്ര്യം പറഞ്ഞ് വീഡിയോ റീച്ച് കൂട്ടി അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കിംവദന്തി ഉണ്ട്. ആക്ച്വലി അങ്ങനെ പറയുകയാണെങ്കിൽ, ദാരിദ്ര്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് സ്റ്റാർട്ടിങ് കാണുന്നവർക്ക് മനസ്സിലാവും. ഈ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അത്യാവശ്യം ഹൈഫൈ ആയിരിക്കും. മീൻസ് അത്രയും പൈസ നമ്മൾ അതിൽ ഇറക്കിയിട്ടാണ് ഓരോ റെസിപ്പീസ് വരെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ദാരിദ്ര്യമില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ വീട് ലോണിലാണ് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി പേർക്ക് നമ്മുടെ ചാനലിലൂടെ കുറച്ച് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു 18 കോടിയുടെ ആ ഒരു സംഭവം ഒരു പുതിയൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ കയ്യിൽ കൊടുക്കാൻ ആ സമയത്ത് പൈസ ഒന്നും ഇല്ലാത്ത സമയത്ത്, ശരി അവർക്ക് വേണ്ടി നമുക്കൊരു വീഡിയോ ചെയ്യാം. ഞാൻ മീഡിയ വണ്ണാണ് ഫസ്റ്റ് ആ ന്യൂസ് കണ്ടത്, അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാം. അതാണ് എൻ്റെ കയ്യിൽ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്യുന്ന സമയത്ത് മിനിമം 1 ലക്ഷം ആൾക്കാരിലേക്ക് എത്തും. അതായിരുന്നു എൻ്റെ ഒരു എയിം. കാരണം എനിക്ക് മിനിമം വ്യൂസ് എന്ന് പറയുമ്പോൾ അതാണ്. 1 ലക്ഷം ആൾക്കാരിലേക്ക് എത്തും. അതിലൊരു 10 പേരെങ്കിലും അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതേപോലെ ആ 1 ലക്ഷം ആൾക്കാർ കണ്ട ആ ഒരു വ്യൂസിനുള്ള പൈസ ആ ഫാമിലിക്ക് എൻ്റെ വകയായിട്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുണ്ടാവില്ല, അവരുടെ വകയായിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അതിനുശേഷം സത്യം പറഞ്ഞാൽ അതുപോലെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മറ്റ് ചാനൽസിലൊക്കെ പോയി പറഞ്ഞ് അവരൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിരി പേര് വരാൻ തുടങ്ങി. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, എൻ്റെ വീട് ലോണിലാണ്, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പം എനിക്കത് തുറന്ന് പറയേണ്ടി വന്നു. എനിക്ക് അങ്ങനെ എല്ലാവർക്കും എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ വീട് ലോണിലാണ്. ആ ലോൺ അടച്ചു തീർക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാവും പകലും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ്, അപ്പോൾ 4 മക്കളാണ്, 4 മക്കളെ വെച്ച് വീഡിയോസ് ഇടുന്നത് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് പറയുന്നത്. അതാണോ ഈ സെന്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെന്റി പറഞ്ഞ് റീച്ചായി എന്നുള്ളത്? ചിലപ്പോൾ സന്മനസ്സുള്ള മനസ്സിൽ നന്മയുള്ള ആൾക്കാർക്ക് മേ ബി അവർക്ക് വീഡിയോസ് കാണുമ്പോൾ അയ്യോ സിലു നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഈ മക്കളെ വെച്ചിട്ട്, ഈ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ എടുക്കുമ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ട് അവർ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇട്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന കമന്റ്സ് ഇടുന്ന നല്ലവരായ ആൾക്കാർ. അതൊക്കെ കണ്ടിട്ടായിരിക്കാം മേ ബി നിങ്ങൾക്ക് ഞാൻ സെന്റി അടിച്ചിട്ട് അങ്ങനെ റീച്ച് കൂട്ടണമെന്ന് തോന്നിയത്. ആക്ച്വലി അതിൻ്റെ ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്നോട് ഒത്തിരി പേര് സഹായം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ സഹായം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, എൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ വീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ദാരിദ്ര്യം പറയേണ്ട ആവശ്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കണ്ടന്റ് ബേസ് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് 7 വർഷം മുമ്പ്. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ള ബോധം അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, സോഷ്യൽ സർവീസായിട്ട് എനിക്കറിയുന്ന കുറച്ച് ടിപ്സൊക്കെ ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കുക, ആരെങ്കിലുമൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ആ വീഡിയോ എൻ്റെ ഫാമിലിയിൽ പലരും കാണരുത് എന്ന് ആഗ്രഹിച്ച് പേടിച്ച് ചെയ്ത വീഡിയോ ആയിരുന്നു. കാരണം സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് ഈ ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് നിർഭാഗ്യവശാൽ ഇടയിൽ നിന്ന് നിർത്തേണ്ടി വന്നു. പക്ഷെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശം കാശ് ഉണ്ടാക്കുക, അതിലൂടെ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കാശ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ 4ാമത്തെ കുട്ടിക്ക് 40 കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് താമസം വരുന്നത്. അതിന് മുമ്പ് വീട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളൊരു സമയമാണ്. ആ സമയത്തൊന്നും ഞാൻ ആ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇത് റിവീൽ ചെയ്തത് എത്ര മാസം മുമ്പ്? ഇപ്പോൾ ഒരു 2 മാസമായിട്ടുണ്ടാവും അല്ലേ? 4 മാസം എന്തോ, എനിക്ക് ഓർമ്മയില്ല. ആ സമയത്താണ് അത് പ്രശ്നം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. 4 മാസം. അപ്പോൾ റിവീൽ ചെയ്തത് ഈ ഇടക്കാണ്, എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം.
അതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയും നിങ്ങൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ചിരിച്ചും ആഹ്ലാദിച്ചും ആർമാദിച്ചും ഒക്കെ വരുന്ന ആൾക്കാരിനൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോയിലും ആ സമയത്തിൽ എനിക്ക് വന്നൊരു കമൻറ്റ്, സിലൂത്താൻ്റെ പോലത്തെ ഒരു ജീവിതം ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഞങ്ങൾ വീട്ടിലിരുന്ന് ചിരിച്ചു, എൻ്റെ പോലത്തെ ഒരു ജീവിതം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഒരുപാട് പ്രോബ്ലംസ് എല്ലാ ഫാമിലിയിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് പ്രാക്ടിക്കലി ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം അത് സക്സസ് ആക്കി കാണിച്ചു കൊടുക്കുക, ഞാൻ ലേഡീസിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുക, അതിന് എനിക്ക് വരുമാനം കിട്ടുക. അതെ, വരുമാനം മെയിൻ ഒരു സോഴ്സ് തന്നെയാണ്. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഫുൾ ടൈം ഇതിലിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് ബാക്കി എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ എൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിസ് എഡ്യൂക്കേറ്ററായിട്ട് എനിക്ക് ഗൾഫിലേക്ക് പോകാനായിരുന്നു എനിക്കൊരു പ്ലാൻ. കാരണം നമ്മുടെ ഇന്ത്യനകത്ത് ഇവിടെ അടുത്തൊന്നും ഹോസ്പിറ്റൽസിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇല്ല. സോ ഞാൻ എന്ത് വിചാരിച്ചു, ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് ഗൾഫിൽ പോയിട്ട് നല്ല പൈസ ഒക്കെ ഉണ്ടാക്കാം, ഹസ്ബൻഡിനും അവിടെ എന്തെങ്കിലും ഒരു ജോലി, മക്കളൊക്കെ ആയിട്ട് നല്ല സെറ്റിൽഡ് ആവാം എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. ഇത് പറയുന്ന സമയത്ത് അവൾക്ക് ആഡംബര ജീവിതം അവൾ ആഗ്രഹിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് വരാം. പറഞ്ഞോളൂ, നമുക്ക് കിട്ടിയ ആ ഒരു ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആഡംബരമായിട്ട് ജീവിക്കണോ അല്ല എപ്പോഴും ഒരു ലോ ക്ലാസ്സിൽ താഴേക്ക് പോകണോ എന്നുള്ളത് അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം തന്നെ ഒരു 2-2.5 ലക്ഷം രൂപ ശമ്പളമൊക്കെ കിട്ടുന്ന പോലെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ചെലവിൽ എല്ലാ ചെലവും ഉണ്ടായിരുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം ഇക്കാന്റെ പൈസയിൽ എല്ലാ ചെലവുകളും നടത്താനും എൻ്റെ പൈസയിൽ എന്തെങ്കിലുമൊക്കെ മക്കൾക്കുള്ള സേവിങ്സ് ഉണ്ടാക്കാൻ, ഇതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ. പക്ഷേ 4 മക്കളായതോട് കൂടിയിട്ട് വീട് വിട്ടിട്ട് പോവാന്നുള്ള ഒരു സാഹചര്യം എനിക്കില്ല. പിന്നെ ഇനിയൊരു സംഭവം എന്ന് പറയുമ്പോൾ, നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇനിയൊരു കാര്യം എനിക്കെതിരെ വന്നിട്ടുള്ള ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം എന്ന് പറയുമ്പോൾ, ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ലേഡി എന്നൊരു പരാമർശം വന്നു. എനിക്കത് വല്ലാതെ മനസ്സിന് എനിക്ക് ഹേർട്ട് ചെയ്തു. കാരണം ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ട ഡ്രസ്സോട് കൂടെ വന്ന് എടുക്കുന്ന പോലെ എനിക്ക് സാധിക്കില്ല. എനിക്ക് കവർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോക്ക് പല കാര്യങ്ങൾ. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്, ഇല്ല എന്ന് പറയില്ല, ഉണ്ടാവാം. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ട് വീഡിയോയ്ക്കൊക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിലും മാക്സിമം ഞാൻ അത്രയും ഇപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആരും തെറ്റ് ചെയ്ത് ആ ഒരു തെറ്റിൻ്റെ പാപം കൂടെ എനിക്ക് കിട്ടരുതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പോഴുള്ള അസുഖം അതാണ് മറന്നു പോണത്. എന്തോ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അവസാനത്തിലേക്ക് വരാം. അത്രത്തോളം എന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടുണ്ട് കുറേ ആൾക്കാർ. അതിലവർ സക്സസ് ആയി എന്ന് വേണം പറയാൻ. ഒരാണിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന പോലെ അല്ല ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു ലേഡീനെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി, ഞാൻ തളർന്ന് കിടന്നു കഴിഞ്ഞാൽ എൻ്റെ 5 മക്കൾ പട്ടിണി എടുക്കും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇന്നലെ ജില്ലാ ഹോസ്പിറ്റലിൽ ഇറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, കയറി തളർന്ന് കണ്ണുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റില്ല, അവള് പുറം ലോകം കാണണ്ട, അവള് വീടിനകത്ത് ഇരിക്കേണ്ട അവളാണ്. ഇപ്പോഴും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് സ്ത്രീകളിൽ തന്നെയുണ്ട്, പുരുഷന്മാരിലും ഉണ്ട്. ഒരു പെണ്ണിന്റെ മുഖം കാണുമ്പോഴേക്കും ആർക്കെങ്കിലും വികാരം വരുന്നു, ഒരാണിന് വികാരം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ മാത്രം കുഴപ്പമാണ്. അതിന് വേണ്ടിയിട്ട് പെണ്ണ് വീട്ടിനുള്ളിൽ ഇരിക്കണം എന്നല്ല, എന്നപ്പം ആണ് വീട്ടിനുള്ളിൽ ഇരിക്കട്ടെ. ഇപ്പം എത്രയോ പേര് ആണുങ്ങൾ വീഡിയോ ചെയ്യുന്നു. അപ്പം എന്താ, ആണുങ്ങളെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടാവൂലേ? ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന 75% സ്ത്രീകളാണ്. ആ സ്ത്രീകൾ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ ഒരു കമൻറ്റ് ഇടാൻ അതിൻ്റെ റീസൺ ഇതാണ്. എൻ്റെ വീഡിയോ കണ്ടത് കൊണ്ട് അവർക്ക് നരകം കിട്ടുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു സ്ത്രീ കണ്ടു കഴിഞ്ഞാൽ നരകം കിട്ടൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പുതിയ മസാല കൊണ്ടുവരുന്നതല്ല. ഇനിയൊരു കാര്യം, എൻ്റെ തക്കാളി, എൻ്റെ വല്യുള്ളി, എൻ്റെ എന്താ പറയുക മുരിങ്ങയ്ക്ക, എൻ്റെ കത്തിരിക്ക, എൻ്റെ ചീര, അല്ല എൻ്റെ പാത്രങ്ങൾ, എൻ്റെ അടുക്കള, എൻ്റെ ഗ്ലാസ്, കുപ്പി ഗ്ലാസ്, സ്പൂണ്, ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് സ്ത്രീകൾ നരകത്തിലേക്ക് പോകുന്നത്?
അതേസമയം നിങ്ങളൊരു പുരുഷൻ ഇരുന്ന് ഇങ്ങനെ ബഡായി അടിക്കുന്ന വീഡിയോ കാണുമ്പോൾ ആ പുരുഷനെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നോക്കുമ്പോഴാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാവുന്നത് ആക്ച്വലി. അല്ലാതെ എന്നെ കണ്ടതുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ വരൂല. ഞാനും പരിപൂർണമായിട്ടും സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കണ്ടന്റ് ഇടുന്ന ഒരാളാണ്. മേ ബി എന്നെ ചൂസ് ചെയ്ത് വിമർശിച്ചത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ആ ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ അവർ സമ്മതിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാസ്റ്റ് ടെൻസ്. എൻ്റെ എന്തുകൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ എടുത്ത് ഗൾഫിൽ ജോലിക്ക് പോയി നല്ല സമാധാനത്തിൽ എല്ലാവരെയും പോലെ നല്ല ആസ്വദിച്ച് ഉറങ്ങേണ്ട നേരത്ത് ഉറങ്ങാനും ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാൻ തോന്നുന്ന നേരത്ത് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആഗ്രഹിച്ച ഒരു സാധാരണ ഒരു സ്ത്രീയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഞാൻ യൂട്യൂബിലേക്ക് എന്തുകൊണ്ട് വന്നു, യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു, ഞാൻ എങ്ങനെ എൻ്റെ പ്രോബ്ലംസ് ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ക്രിഞ്ചടിക്കുകയാണ് ഇങ്ങനത്തെ വീഡിയോ ഇടാനും വേണ്ടിയിട്ട്. അത്രയും വിഷമമുണ്ട്. കാരണം അത്രയും നല്ല 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 ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ വെറുപ്പിക്കാന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും വെറുപ്പുള്ള ഒരു കാര്യമാണ്. മാക്സിമം നല്ല നല്ല കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോകാനാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതിനുള്ള മെയിൻ ഉദ്ദേശത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെങ്കിൽ മാത്രമേ നല്ല നല്ല പ്രൊമോഷൻസ് എന്നെ തേടി വരുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണ് ഗൈസ്. കാരണം നമ്മൾ ഈ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് വിഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അവരോട് അങ്ങനെ പറയണം എന്നൊക്കെ പറയില്ല. അതേപോലെ എനിക്കുണ്ട്. അപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻ എന്നിൽ നിന്നും ഒഴിവാക്കാനും എനിക്ക് സമാധാനത്തോടൊന്ന് ചിരിക്കാനും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി ഇക്കവരെ ഞാനാണ് മൊത്തം പറയണത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയാം, എല്ലാ വീഡിയോസും എല്ലാവരും കാണില്ല. ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കണ്ടിട്ട് പിന്നെ ചിലപ്പോൾ വീഡിയോ പോലും കാണാതെ കമന്റ്സ് മാത്രം കണ്ടിട്ട് ചിലപ്പോൾ ഞാൻ കാണിക്കില്ല. അതാണ് ഡിവോഴ്സായി അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. ചിലവര് ഡിവോഴ്സ് ആവും, ചിലവര് ഡിവോഴ്സ് ആവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒന്നിച്ചു പോവാനാണ്. സെയിം അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്റെ ലൈഫിൽ. ഞാൻ രാവിലെ നേരത്തെ ബുക്ക് സ്റ്റാളിൽ പോകാൻ തുടങ്ങി, രാത്രി വരുള്ളൂ. ബസ് തീരെ സമയമില്ല. നമ്മളുണ്ടെങ്കിലും വീടിന് വരാറില്ല. സംഭവം എന്താന്ന് വെച്ചാല് ഇക്ക പറയും ശരിക്കും എന്തായിരുന്നു ഞാൻ യൂട്യൂബിലേക്ക് വരുന്ന ആ സമയത്ത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒരു ഇതെങ്ങനെയായിരുന്നു എന്നൊന്ന് പറയും ഗൈസ്. കുറച്ച് കടണ്ടായിരുന്നു, 40 ലക്ഷം രൂപ. കുറച്ച് കടണ്ടായിരുന്നു, 40 ലക്ഷം. അതെന്തായാലും തീർന്ന്. സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ അതില് ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ അഭിമാനത്തോടെ പറയണം, ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ജോലി എടുത്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു ഇബിലീസ് കയറി ഗൈസ്. മടി എന്നുള്ളൊരു ഇബിലീസ് കയറിയപ്പോൾ കടയിൽ പണിക്ക് ഇക്കന്നെ പറയും ഇല്ല അത് പറ്റില്ല. എന്നിട്ട് ഞാൻ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ ആ ഒരു വിചാരം നിങ്ങൾ ആദ്യം മാറ്റി ഇക്ക പറയും. എന്താ പറയണ്ട ആ സമയം ആ ഷോപ്പ് അവരെ ഏൽപ്പിച്ചിട്ട്, അതായത് ഞാൻ നിൽക്കുന്ന എന്റെ ഷോപ്പില് എന്റെ സ്റ്റാഫ് അത്യാവശ്യം നല്ലൊരു വാടക തരാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വീട്ടിലിരുന്നിട്ട് വാടക വാങ്ങിച്ചിരിക്കാന്ന്, നല്ല വാടക തരാറുണ്ട്. ഞാൻ സമ്മതിച്ച് അവനെല്ലാം ഏൽപ്പിച്ചു. ഒരു 3 വർഷമായി പോകുന്നു. 3 വർഷം അങ്ങനെ പോയി. അപ്പോഴാണ് വീണ്ടും പിന്നെ നമ്മള് ഫർണിച്ചറൊക്കെ തുടങ്ങി. വീണ്ടും 1-2 വർഷത്തിൽ വീണ്ടും ഫർണിച്ചറിന് ഇറങ്ങി. അപ്പൊ 2 വർഷത്തോളം ഗ്യാപ്പ് ഇട്ട് നമ്മള് വീട്ടിലിരുന്ന്. അല്ലല്ല അതല്ല പ്രശ്നം. അതെന്തോ പോട്ടെ, അതൊക്കെ പോട്ടെ. ഞാൻ ചിലർ വിചാരിക്കുന്നത് റീച്ചിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, എൻ്റെ ചാനലിൽ അതിന് മുമ്പ് റീച്ചിന് എന്തായിരുന്നു ഒരു കുറവ്? അൽഹംദുലില്ലാ ഒരു കുറവുമില്ല. അതങ്ങനെയാണ്. നമ്മൾ അത്രയും ഞാൻ അഹങ്കാരത്തിൽ പറയല്ല, വല്ലാഹി ഞാൻ അത്രയും ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഉറക്കം പോലും ഇല്ലാതെ പണിയെടുക്കുന്നതുകൊണ്ട് അതിനുള്ളത് പഠിച്ചോന് എനിക്ക് തരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലാതെ അഹങ്കാരമല്ല. അപ്പം റീച്ച് ഓൾറെഡി ഉണ്ട്. അപ്പം ആ ഒരു സമയത്തൊന്നും എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാനും വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനൊന്നും ഓപ്പണായിട്ട്
പറഞ്ഞിട്ടില്ല ഗൈസ്, പറഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ വലിയ തീക്കനലുകൾ, മലകൾ ഇങ്ങനെ 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 ലാവ പോലെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ ആധാരം കയ്യിലെടുത്ത് എത്രയോ പേര് ഈ 4 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടായിട്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. കാരണം അവരെന്നെ നേരിട്ട് കാണുമ്പോൾ മറ്റ് യൂട്യൂബേഴ്സിന് കൊടുക്കാത്തൊരു സ്നേഹം അവരെനിക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുക. എവിടെ നിന്നൊക്കെയോ ദൂരത്തു നിന്നൊക്കെ എൻ്റെ അമ്മൻ്റെ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ, എനിക്കറിയില്ല അവരെന്തിനാണ് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ കരയണം എന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വേദനകൾ അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു. ഞാൻ ഒന്നും പറയാതിരുന്ന ആ ഒരു സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള നിലക്ക് ഇതുപോലെ ഒത്തിരി പേര് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇത്താ മോട്ടിവേഷൻ എന്താ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഹസ്ബൻഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഈ ഓരോ വോയിസ് അയച്ചു കൊടുക്കണം. എനിക്ക് തോന്നി തെറ്റല്ല, കാരണം ഞാൻ ആരെ കുറിച്ചിട്ടും തെറ്റോ ഇല്ലാത്തതോ നുണകളോ ഒന്നും തന്നെ പറയണില്ല. പിന്നെ എൻ്റെ ലൈഫ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ലൈഫ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഹസ്ബൻഡിനെ ഞാൻ വേറെ ഒരു നെഗറ്റീവ് വശത്തേക്ക് വിടാതെ അല്ലെങ്കിൽ തള്ളി വിടാതെ തിരിച്ച് ഞാൻ കൊണ്ടുവന്നു. എൻ്റെ ആധാരം ഒരു പെണ്ണായിട്ട് ഞാനെന്ന് പറയുമ്പോൾ ചിലവർക്ക് ഭയങ്കര ദേഷ്യം വരും. ഒരു പെണ്ണ്, അത് മുസ്ലിം, അങ്ങനെ ഞാൻ പറയണോ, അവള് സമ്പാദിച്ചെന്ന് പറയണോ, അവള് അത് ചെയ്തു എന്ന് പറയണോ. ഇതൊക്കെയാണ് പ്രോബ്ലം. അതൊക്കെയാണ് ശരിക്കും എനിക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ളത്. എത്രയോ പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു, എനിക്ക് മാത്രം പ്രശ്നം വരുന്നു. എന്താണ് ഞാനെന്ന് പറയണമെന്ന്? അവള് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അവളാണ് എല്ലാം ചെയ്തു എന്ന് പറയണമെന്ന് പറയുന്നു. എനിക്ക് അവകാശം ഉണ്ടാവില്ലേ? എൻ്റെ അധ്വാനത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടി അത് എൻ്റെതാണെന്ന് പറയാനുള്ള ഒരു കുഞ്ഞവകാശമെങ്കിലും എനിക്ക് തന്നു. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, അപ്പം ഞാൻ അതിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഡിവോഴ്സ് ആയി പോകുന്നവർ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ, നല്ലതാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ജീവിച്ചോട്ടെ. ഇന്നൊരു വിഷയം, ചിലവർ ചോദിക്കുന്നത് ഡിവോഴ്സ് ആയില്ലേ, അയാളുടെ കൂടെ ഇങ്ങനെ ജീവിക്കണം അങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം, എത്രയോ വീഡിയോസിൽ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും വന്നിട്ട് അവള് റീച്ചിന് വേണ്ടിട്ട് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ നടക്കുമോ? ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പോയി എത്ര രൂപ കിട്ടും? ഒരു 10,000-15,000 രൂപക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സ്വയം നാറോ? ഞാനതൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇട്ടത്. അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ ചിലവർക്കൊക്കെ ഒരു കുത്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് എനിക്ക് കുത്തായി. മീൻസ് എൻ്റെ ഹസ്ബൻഡിനല്ല, ചിലർക്കൊരു ധാരണ ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനും വേണ്ടിയിട്ടാണ് ഞാൻ ഹസ്ബൻഡിനെ പിഴിഞ്ഞ് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നവരുടെ മുന്നിൽ അങ്ങനെയല്ല. എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മൂപ്പർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും. അടുത്തത് 10 ലക്ഷം, ഞാൻ എവിടെ പോവാൻ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ മൂപ്പർ ആവശ്യപ്പെടുമ്പോഴൊക്കെ ആവശ്യപ്പെടുന്നൊക്കെ എന്നെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആയിട്ട് പോലും ഞാൻ ചെയ്ത് കൊടുത്ത് കൂടെ നിന്നിട്ടും എനിക്ക് കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ല, സിലിക്കുട്ടി നല്ല കുട്ടിയാണ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പം അതിന് എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ സ്വയം എനിക്ക് എന്തെങ്കിലും ആവുമോ എന്ന് വിചാരിച്ച ദിവസം ആ കമൻസാണ് ശരിക്കും എന്നെ രക്ഷപ്പെടുത്തിയത്. എനിക്ക് വീട്ടിലും അല്ലെങ്കിൽ മറ്റെവിടെയും കിട്ടാത്ത അംഗീകാരം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത് പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ജോലിക്ക് പോകാതെ കുറേ ദിവസം വീട്ടിലിരുന്ന് അത് അതേപോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമം അറിയുള്ളൂ. അല്ലാത്തവർക്ക് തോന്നും അയ്യോ ഇവള് നോക്ക് ഭർത്താവിന് കുറ്റം പറയും. അതങ്ങനെയല്ല. ഒരു ആണ് വീട്ടിലിരിക്കുന്ന സമയത്ത് അതിന്റെ ബുദ്ധിമുട്ട് ആക്ച്വലി നമുക്ക് ഷോപ്പിന്റെ ഇത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 4,000, 5,000, 6,000, 10,000 വീട്ടിലിരിക്കുമ്പോൾ കടന്നുറങ്ങും, ഞാൻ വീഡിയോ എടുക്കും. ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള ഒരു സ്ത്രീ, ഒരു ലേഡി, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പിൻ സൂചി വാങ്ങുകയാണെങ്കിൽ പോലും ഈ മനുഷ്യനുമാണ് എനിക്ക്. ഒരു മൊട്ടു സൂചി വാങ്ങുകയാണെങ്കിൽ പോലും ഞാനായിട്ട് പോയി പുറത്തുപോയി വാങ്ങില്ല. വിത്തൗട്ട് ഹിം ഐ എം നത്തിങ് എന്നും പറയാം. വിത്തൗട്ട് ഹിം ഐ എം നത്തിങ്. പക്ഷെ ഈ സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഇത്രയും മക്കളെയൊക്കെ വെച്ച് ജീവിക്കുമ്പോൾ നല്ലൊരു വരുമാനം നമുക്ക് വേണം. കാരണം ആ സമയത്ത് ആ ഒരു പൈസ മാത്രം കിട്ടിയിട്ട് നമുക്ക് ചെലവ് നടന്നു പോകും, പക്ഷെ ബാങ്കിലുള്ള അടവ് നടന്നു പോകൂല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നം. വീട് ജപ്തിയാവും, അയ്യോ നാണം കെടും, അയ്യോ പുറത്തിറങ്ങി പോകേണ്ടി വരും,
പിന്നെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഈ ആർഭാടം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയിക്കുക എനിക്ക് ആർഭാടം ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് അംഗീകരിച്ച് പറയും. എനിക്ക് അങ്ങനത്തെ ടെൻഷനേ ഉണ്ടായിരുന്നില്ല, ജപ്തി ചെയ്ത് അങ്ങനത്തെ ടെൻഷൻ എനിക്ക് ഉണ്ടാക്കാനുള്ള അതുണ്ട്, ഇല്ലെങ്കിൽ വേറെ സോഴ്സ് ഉണ്ട് എന്നുള്ള തെമ്പുണ്ട്, ആ ധൈര്യം ഉണ്ട്. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ എനിക്ക് തൃപ്തിയിൽ ഏറ്റവും വലിയൊരു അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതായിരുന്നു, എനിക്ക് അതിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷന്റെ ആവശ്യമില്ല, എന്തിപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാര്യം, ടെൻഷൻ അടിച്ച ടെൻഷൻ പോയിട്ട് ശരിയാക്കാൻ പറ്റും. അതെ, അത് സംഭവം എന്താന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡ് യാതൊരു വിധ കൂസലും ഇല്ല, മൂപ്പര് സുഖമായിട്ട് ശരിയാണ്. പക്ഷെ അപ്പൊ ആ ഒരു ടെൻഷൻ മൊത്തം എന്നിലേക്ക് വന്നു. ഞാൻ കാരണം എന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് അടുത്ത പ്ലാൻ എനിക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ഈ വീട് വിൽക്കാന്നായിരുന്നു, അല്ലെങ്കിൽ ഷോപ്പ് വിൽക്കാന്നായിരുന്നു. അപ്പൊ ഇതൊന്നും തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എല്ലാം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിന്റെ പേരിൽ, എന്റെ ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ഇദ്ദേഹത്തിന് ഒരു തരിക്ക് പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പറയൂ മിസ്റ്റർ. അല്ല, എന്തെങ്കിലും എനിക്ക് ടൂർ പോകണമെന്നോ എനിക്ക് സ്വർണം വേണമെന്നോ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരണമെന്നോ ഒക്കെ പറഞ്ഞ് ഞാൻ വല്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലേ വിചാരിക്കേ കണ്ട ഇതാണ് ഞാൻ നിങ്ങളെ സ്ട്രെസ് തന്നിട്ടുണ്ടോ? നിങ്ങൾ ആ ബുദ്ധിമുട്ടി കട എടുക്കാനൊക്കെ ബുദ്ധിമുട്ടിയ സമയത്തില് നമ്മൾ പരസ്പരം നല്ലോണം ഐക്യത്തോടെ അധികം പൈസ ഒന്നും ചെലവാക്കാതെ നല്ലോണം പിടിച്ചിക്കാണ് ഓരോ കടങ്ങളായിട്ട് വീട്ടിൽ കൊണ്ടിരുന്നത് ആ സമയത്ത് കേട്ടോ. കാരണം നമ്മൾ മൈനസ് എന്നാണ് തുടങ്ങുന്നത്, സീറോ എന്ന് പോലും അല്ല, മൈനസ് ആയിരുന്നു, ഫുൾ മൈനസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓരോന്ന് വന്ന് ഈ കുരുവി കൂടി ചേർക്കുന്ന പോലെ ഓരോ കമ്പായിട്ട് ചേർക്കൂന്ന് പറയില്ല, അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊണ്ട് വന്ന സമയമായിരുന്നു അത്. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഒന്നിനും വേണ്ടി ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും തന്നെ നമ്മൾ ചെയ്തില്ല. അതിൻ്റെ ഇടയിലാണ് ഈ നമ്മുടെ ഈ വീടിൻ്റെ ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ യൂട്യൂബ് ശരി നമുക്ക് നല്ലൊരു ഇതാണ്. കാരണം പുറത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതിപ്പോൾ റെസിപ്പീസ് ആണെങ്കിലും എനിക്കറിയാവുന്ന എന്തൊരു കാര്യം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും അതൊരു എന്താ പറയുക, അതൊരു അധ്വാനമാണ്. അത് ഇപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയാസ് ഉള്ളത് കൊണ്ട് ഇതിലൂടെ നമ്മൾ ചെലവഴിക്കുന്നു എന്ന് മാത്രം. നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ ബുക്സ്, ആൾക്കാർ ബുക്ക് എഴുതും, റെസിപ്പീസിൻ്റെ ബുക്ക് ഉണ്ടാവും, ചിലപ്പോൾ അതൊക്കെ വാങ്ങി വായിക്കുകയൊക്കെ. ഈ വായിക്കുന്ന സമയത്ത് അതെങ്ങാനും പാപമാവുമോ? നമ്മളത് ഒരു ഉപകാരമുള്ള നമുക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്നു, അപ്പം അതൊരു തെറ്റല്ല. അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു, സോഷ്യൽ മീഡിയയിലൂടെ അത് നമ്മുടെ നീയത്തിനനുസരിച്ചാണ് ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ എന്തുദ്ദേശത്തിലാണോ നോക്കുന്നത്, നിങ്ങളൊരു സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ നോക്കുന്നതെങ്കിൽ അതൊരു തെറ്റാണ്. അതല്ല, നിങ്ങൾക്കൊരു റെസിപ്പി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് അറിവ് നേടാനും വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ലേഡിയാണ്, നിങ്ങൾക്കത് പാപം കിട്ടുന്ന ഒരു കാര്യമേ അല്ല. അതേസമയം ഒരു പുരുഷൻ സംസാരിക്കോ എടുക്കുകയുമോ അവിടെ പോയിട്ട് ഓ മാഷാല്ലാ ഇക്ക അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ തെറ്റ് അല്ലേ. അതൊരു വിഷയം അവിടെ പോട്ടെ. അപ്പം എന്താ നമ്മൾ പറഞ്ഞത് തന്നെ പണി. അടുത്തത് അതാണ് നമ്മൾ പറയാൻ വന്നത്. ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, നമ്മൾ യൂട്യൂബിലേക്ക് ഞാൻ ഈ വന്ന സംഭവം അങ്ങനെ ആയിട്ട് ഫർണിച്ചർ ഷോപ്പ് നല്ല രീതിക്ക് മാഷാഅല്ലാഹ് മൂപ്പര് നല്ല രീതിക്ക് നടത്തിക്കൊണ്ട്, അതെ നമുക്ക് ചാനൽ കണ്ട ഇടക്കിടക്ക് പ്രൊമോഷൻ ചെയ്യണം. അപ്പം ഫർണിച്ചർ ഷോപ്പ് നല്ല രീതിക്ക് നടത്തിക്കൊണ്ട് പോവായിരുന്നു. ഞാൻ അതിനെ കുറിച്ചിട്ട് കണക്ക് ചോദിക്കാനോ ഒന്നും തന്നെ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. ഒരു കാര്യം ഞാൻ ഞാനാണ് ആ ബിസിനസ് ചെയ്യിക്ക ഈ ബിസിനസ് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ മാക്സിമം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സമയമാണ്. അപ്പൊ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വർഷം മുമ്പ് അതിന് വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ ചേർത്തി ഒക്കെ വെച്ച് എല്ലാം സെറ്റാക്കി ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചെയ്തത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാനോ ഒന്നും തന്നെ ഞാൻ നിന്നിട്ടില്ല. അതെൻ്റെ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. കാരണം മൂപ്പരെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിശ്വസിച്ചു. അതിൽ ചെറിയൊരു ചതിവ് എൻ്റെ ഹസ്ബൻഡിന് പറ്റി. പൈസന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് ചില കണക്കുകൾ എന്നെ ബോധിപ്പിക്കാതെയൊക്കെ വന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി റെഡിയാക്കിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെ സെറ്റായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ മൂപ്പരെ അടിച്ച് താഴ്ത്താനോ അമർത്താനോ അതൊന്നും അല്ല. ആക്ച്വലി
എന്താ പറയുക, മൂപ്പര് തന്നെയാണ് ഇവിടെ രാജാവ്. ഈ കാണുന്ന ഈ പാവം പോലെയുള്ള മുഖം നിങ്ങൾ വിചാരിക്കണ്ട. സൗണ്ട് ഇട്ടാണ്ടല്ലോ നല്ല രസം ഉണ്ടാവും. ഒന്ന് സൗണ്ട് ഇട്ട് കാണിച്ചു കൊടുക്കും. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് അറിയാം, എല്ലാവരും പാവം പാവം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല സത്യം. കാരണം അനുഭവിക്കണമൊക്കെ നമ്മൾ ഇങ്ങോട്ട് ചേർന്നിരിക്കും, അപ്പൊ കൈവാനിക്കൂല. അപ്പം നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അതൊന്നും പറയൂ, ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ അടിയിൽ കുറെ ഈ പൈസന്റെ സംഭവങ്ങൾ പറയിക്കുന്ന വേഗം സമയം പോണ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് പൈസ കൊണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നോ ഗൈസ്? ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ മാറ്റർ. എല്ലാം ചെയ്തു കൊടുക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മള് ലേഡീസ് വേണം. പക്ഷെ ഈ പൈസ കൊണ്ട് കളയുന്ന സമയത്ത് നമ്മള് ലേഡീസ് കിട്ടിയോ? സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യന്റെ സാധനമാണ്, ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാര ഇതാണ്. എന്നിട്ടോ കിട്ടിയില്ല, കുറച്ച് കമ്മിയായി പോയി. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പോയി, അത് വലിയ ഭയങ്കര പ്രശ്നമായി. ആ സമയത്ത് കുറച്ച് ഓക്കെ ശരി നമുക്ക് അവനെ ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമായിരുന്നു. പക്ഷെ അത് വലിയൊരു രീതിയിലേക്ക് അങ്ങനെ വലിയൊരു ഇതിലേക്കൊക്കെ പോയി അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ ആയി. വേണമെങ്കിൽ ഡിവോഴ്സ് എന്നൊരു സംഭവത്തിലേക്ക് പോകുന്ന ഒരു കാര്യം. ഈ സംഭവങ്ങളൊന്നും ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ നോർമലായിട്ടുള്ള വീഡിയോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യൽ വന്ന സമയത്ത് മൂപ്പര് ഒരൊറ്റൊരു മുങ്ങല് പറഞ്ഞു കൊടുക്കും. അതല്ല, അതിന് മുമ്പത്തെ പോക്ക്. ഞങ്ങള് തമ്മില് വാക്ക് തർക്കം, എന്തിനാണ് ഇങ്ങനെ പൈസ കൊണ്ട് ഇട്ടത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സംസാരമൊക്കെ ആയി അവസാനം എന്നെ ഭീഷണിപ്പെടുത്താനും വേണ്ടിട്ട് എന്ത് പറഞ്ഞ് പെട്ട് റെഡിയാക്ക് പറയിക്കാം അതൊക്കെ കോമഡി ആയിട്ട് പറയണം. ആ സമയത്ത് പറയും പ്ലീസ്. ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വീഡിയോ ഇട്ടിട്ട് ഞാൻ കുട്ടികളെ ഓട്ടോയിൽ ഇങ്ങനെ കയറ്റി വിടുന്നത്. ഇതൊന്നും ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് താല്പര്യമില്ല എന്റെ പേഴ്സണൽ വിഷയങ്ങൾ പറയാന്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നതെന്നിട്ട് ഞാൻ ഇപ്പോഴും അത് പറയണത്. അങ്ങനെ പറയിക്കോ, ബാക്കി പറയും. മൂപ്പര് പോയി, ഞാൻ വാശിക്കൊന്നും ചോദിച്ചില്ല. 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ബേജാറ്, എവിടെ പോയോ പഠിച്ചവരേ ദൂരെ പോയോ എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കടയിട്ട പയ്യനെ വിളിച്ച സമയത്ത് അതിന് മുമ്പ് ഞാൻ വന്ന് തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അയച്ച്, ഇനി ഞാനൊന്നും കണക്കൊന്നും ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വോയിസൊക്കെ അയച്ച്. പിന്നുണ്ട് കടയിത്ത് പയ്യനെ വിളിച്ച സമയത്താണ് അറിയണത് എവിടെയായിരുന്നു റൂം എടുത്തത്. KSRTC അവിടെ റൂം എടുത്തിട്ട് മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് ഉറങ്ങിയിരുന്നു. ഞാനിവിടെ കിടന്ന് ബേജാറ് അടിച്ചിട്ടിരിക്കാം, എൻജോയ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഉറങ്ങിയിരുന്നു. അപ്പൊ വീണ്ടും മൂപ്പര് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പൊ ഇനി വന്നു കഴിഞ്ഞാൽ രാജാവായി. ഞാൻ ഇതിനെ റിപ്ലൈ ചെയ്തില്ല. ഇത്രയ്ക്ക് സാമർത്ഥ്യമാണ്, ഇവിടെ അടുത്തിരുന്നിട്ട് എന്നെ ഇങ്ങനെ ബേജാറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഏളാപ്പൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭയങ്കര കഷ്ടമാണ്, അപ്പം ഇങ്ങനെ ഇനി പൈസ ഒന്നും കൊണ്ട് കളയരുത്, ഒരു മിസ്റ്റേക്ക്, ഓക്കെ ഞാനും അത് അംഗീകരിച്ച് അത് പോയി. എന്നോട് പറയാണ്ട് അങ്ങനെ പൈസ, അതല്ലാണ്ട് വേറൊരു സംഭവം കേട്ടോ. പൈസ വേറെ ഞാൻ അറിയാണ്ട് ഒരു ചിട്ടിയൊക്കെ പിൻവലിച്ച് അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു സംഭവം, ചിലർ പറയണോ ഇവർ ഡിവോഴ്സ് ആയി എന്ന് വിചാരിക്കണോ. ഡിവോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ ഈസി ആയിരിക്കും, പക്ഷെ ആ ഒരു സംഭവം ശരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എല്ലാം കൈവിട്ട് പോകുന്ന ഒരു നിമിഷമാണ്. അതുപോലെ ഞാനിങ്ങനെ ഓളിയിട്ട് കരഞ്ഞ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ ഐ കാൻ ലിവ് വിത്തൗട്ട് ഹിം എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മനുഷ്യനില്ലാണ്ട് എനിക്ക് പറ്റില്ല. ബിക്കോസ് 5 മക്കളാണ്. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും വലിയൊരു എന്താ പറയുക ധൈര്യം എന്ന് പറയുന്നത് 5 മക്കളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിയാണ്, ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ എനിക്ക് പറ്റൂല ഒരു നിമിഷം പോലും. കാരണം സ്ട്രഗിൾ ഒരിക്കലും നമുക്കത് ഇതാക്കാൻ പറ്റൂല. അപ്പം അതൊക്കെ അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ചോദിക്കുന്നത് സിലു ആധാരം എടുത്തോ. പിന്നെ കുറേ പേർക്ക് കുറേ സംശയങ്ങളും കുറേ തെറ്റിദ്ധാരണകളും, എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ സ്വാഭാവികമല്ലേ. എന്നെക്കുറിച്ചിട്ട് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സമയത്ത് അത് ശരിയാക്കണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, ഏതൊരു മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. അതേ ഞാനും ചെയ്തുള്ളൂ. ഓക്കെ, ഒരു വീഡിയോ ഞാനിങ്ങനെ പോസ്റ്റ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാനിങ്ങനെ ആധാരം നോക്കിയിട്ട് കാണിക്കുന്ന ഒരു നിമിഷമുണ്ട്, ഭയങ്കര പ്രൗഡായിട്ട് അഭിമാനത്തോടെ. ആദ്യമൊക്കെ എല്ലാവരും അതൊരു പോസിറ്റീവായിട്ട് എടുത്തെങ്കിലും പിന്നീട് ചിലവരിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവളൊരു മുസ്ലിം
ലേഡിയാണ്. എങ്ങനെ അവള് മുഖം കാണിച്ച് പുറത്തേക്ക് വന്ന് സമ്പാദിച്ച് ഇത്രയും വലിയൊരു സംഭവം ഇവള് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷം കുറച്ച് ആൾക്കാർ അതിനെ കുറച്ച് മാത്രം ആൾക്കാർ നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങി. ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ കണ്ട് കുറ്റമായിട്ട് കാണണ്ട. എത്രയോ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നില്ല, ഓരോരുത്തരുടെ ചരിത്രങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വന്നു എന്ന പോലെ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയി, ദേ എൻ്റെ ആധാരം ഇതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഈ മൂപ്പരെ ഒളിപ്പിച്ച് വെച്ചാൽ അതൊന്നല്ല, കുറച്ച് ദിവസം മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ വേറെയും കുറേ ഇഷ്യൂസ്. ഇപ്പോൾ തൊട്ട് മുമ്പ് പോലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞില്ല ഒരു 10 ലക്ഷത്തിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു 10 ലക്ഷം ബുക്ക് സ്റ്റോൾ, അത് നമ്മളിപ്പോൾ എന്തായാലും നിങ്ങളുടെ പറയണം. അപ്പൊ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു, അതിൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ഒഴിവാക്കി എൻ്റെ ഹസ്ബൻഡാണ് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രൊമോഷൻ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡില് ഹയാൻ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ, ഡിസ്കൗണ്ട് ഒക്കെ തരുന്നതാണ് പറയുന്നത്. അപ്പൊ അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് എൻ്റെ വന്ന് പൈസ ചോദിക്കുന്നെന്ന് പറയുന്ന സമയത്ത് ഇതേ അവള് വീണ്ടും ഭർത്താവിനെ താറ്റി അടിച്ചമർത്തി സംസാരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് സെയിം ടൈം ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കുക. ഞാൻ എൻ്റെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കതൊരു അഭിമാനമുള്ള ഒരു കാര്യമല്ലേ. പക്ഷെ ഈ 10 ലക്ഷം കൊടുക്കൂല. എപ്പോഴുള്ള ഡയലോഗാണ്. ഞാൻ വേറൊരാളുടെ അടുത്ത് ചോദിച്ചോ നോ പ്രോബ്ലം, എൻ്റെ അടുത്ത് ഇല്ല. അതാണ് ഇനി എനിക്ക് ഉറക്കൊഴിക്കാനും വയ്യ, ഒന്നിനും വയ്യോടോ. നാട്ടുകാർ ആട്ടും തുപ്പും കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരയാത്ത ദിവസങ്ങൾ ഇപ്പോൾ കുറവായിരിക്കും. ഇത് അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ ഭയങ്കര വീക്കാണ്, നമ്മൾ കരയുന്നൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ഒരു ടെൻഡൻസി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സ്ത്രീകളെ പ്രദർശന വസ്തു അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നെ അതിൽ ഉൾപ്പെടുത്തേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. കാരണം ഞാൻ ഓരോന്നും പേടിച്ച് ചെയ്യുന്നത്. പക്ഷെ ചില ഷോർട്സ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ നല്ല സ്വർണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ടൊക്കെ കാണാം. പക്ഷെ അത് 1-2 ഉള്ളൂ എന്നും പറഞ്ഞിട്ട് മൊത്തത്തിൽ കോമൺ ആക്കി എൻ്റെ ഒരു ചാനൽ അങ്ങനെ ആണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ രാവിലെ തുടങ്ങിയ പണി ഒരു വീഡിയോ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒറ്റ കയ്യിലൊക്കെ ക്യാമറ ഒക്കെ പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മൂപ്പര് കടയ്ക്ക് പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. എന്നിട്ടാണ് ഓരോ വീഡിയോ ആക്കുന്നത്. രാത്രി മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഈ ഉറക്കമൊഴിച്ച് വോയിസ് ഓവർ കൊടുത്ത് 3 മണിയാവും വോയിസ് ഓവർ കൊടുക്കും. പിന്നെ അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിയുമ്പോൾ 4 മണിയാവും, ചിലപ്പോൾ 5 മണിക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. കുറച്ച് നേരമെങ്കിലും പിന്നെയും പിറ്റേ ദിവസത്തെ പണികളൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കണ്ടന്റ് തന്നെ വീഡിയോ ഇടണം, കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്കതിലെന്തെങ്കിലും തിന്നുമ്പോൾ ഒരു ഇത് തോന്നുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇടുന്ന സമയത്ത് എന്തിനെന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെയോ വാക്കുകളാണ് യൂസ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന എൻ്റെ മുഖം കാണിക്കുന്നത് തെറ്റാണെന്ന് ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയാം. എൻ്റെ അതിനെ പറ്റിയിട്ട് നിങ്ങൾ മേ ബി കമൻ്റ് ഇടാം. എൻ്റെ ഈ ഒരു മുഖവും എൻ്റെ ഈ കൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് അവരത്ത് നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ചിലത് കണ്ടാൽ തോന്നും ഈ ഭൂമിയിൽ മുഖം കാണിക്കുന്ന ആദ്യത്തെ വനിത സെൽഹയാണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും കമൻറ്റുകൾ വരിക. ഇവർ ചിലപ്പോൾ പുറത്ത് മീൻകാരൻ്റെ മുമ്പിൽ പോണത് മാക്സ് എടുത്ത് തൂക്കി കുത്തിയിട്ട് ഒക്കെ ആയിരിക്കാം മേ ബി, എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം മേ ബി വന്ന് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മുഖം കാണിച്ച് വീഡിയോ ഇട്ട് അത് ഇപ്പോൾ തെറ്റാണ് എന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ തെറ്റാണെന്ന് തോന്നി, ഞാൻ പഠിച്ചോനോട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറയട്ടെ, ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു തെറ്റാണെന്ന് തോന്നിയിട്ട് അവരത്ത് കാണിച്ച് വീഡിയോ ഇടുന്ന ആൾക്കാരെ ഞാൻ പറയാം, തെറ്റാണ് എന്ന് തോന്നിയിട്ട് അവർ ആ വീഡിയോ ഒക്കെ പിൻവലിച്ച് തൗബ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച തമ്പുരാൻ തൗബ സ്വീകരിക്കും അല്ലേ. പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞാൽ മറ്റ് സ്ത്രീകളുടെ ഫോട്ടോ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ശരിക്കും ഒരു ഈമാന് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, പഠിച്ചോനെ ശരിക്കും പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോയോ ആരും ഉപയോഗിക്കില്ല. ഇന്നൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നന്നാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും പേഴ്സണലി വിളിച്ച് പറയാം, അതോടെ അവരുടെ കടമ കഴിഞ്ഞു. അല്ലെങ്കിൽ മൊത്തത്തിൽ പറയാം അവരുടെ കടമ കഴിഞ്ഞു. പക്ഷെ എനിക്കതൊന്നല്ല, എന്നെ അതിൽ ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് റെസിപ്പീസൊക്കെ ഇട്ടിട്ട് പോവുകയായിരുന്നു. പക്ഷെ മറ്റ് പുരുഷന്മാരുമായിട്ട് വെച്ചിട്ട് എനിക്ക് ആരായിട്ട് യാതൊരു കമ്പനിയോ യാതൊരു ഇതോ എനിക്ക് യൂട്യൂബായിട്ടില്ല, അതിനുള്ള ടൈം എനിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാനും പറ്റൂല.
എത്ര തന്നെ പഠിച്ചോനുമായിട്ടുള്ള കാര്യം പഠിച്ചോന് ഇതാക്കും, പക്ഷെ മനുഷ്യന്മാരായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്താൽ എന്നെ പറ്റിയിട്ട് ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഇരുന്ന് പറയണോ എനിക്ക് കൂലിയാണ് കിട്ടുന്നത്. ഇപ്പൊ കമന്റ് ആയിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും വേറെ ചാനലിൽ പോയിട്ട് ഭയങ്കര വൾഗറായിട്ടൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അവൾ ആർഭാട് ജീവിതത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിക്കും തെറ്റല്ലേ? ആണ്. പക്ഷെ എനിക്കതൊന്നും നിർത്താനും പറ്റില്ല. പക്ഷെ എനിക്കിതൊക്കെ പറയാൻ തോന്നി. കാരണം ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സോ നമ്മൾ വീഡിയോ ചെയ്യുന്നു. ഇനി ആര് തന്നെ എന്ത് തന്നെ എതിർത്താലും എനിക്ക് വീഡിയോ നിർത്തണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ പഠിച്ചോന്ന് എനിക്ക് തോന്നിപ്പിക്കണം, എങ്കിലേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണം, ഞാൻ അത്രയും സൂക്ഷ്മമായി മാന്യമായിട്ടാണ് ഓരോ വീഡിയോയും നോക്കിയും കണ്ടും ചെയ്യുന്നത്. ദയവേത് എന്നെ മറ്റുള്ളവരുമായിട്ട് ആരും കമ്പയർ ചെയ്യരുത്. കാരണം നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഈ 4 മക്കളും കൂടെ അതിനനുസരിച്ച് ചീരഴിയുന്നുണ്ട് ഈ വീട്ടിൽ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ എല്ലാ കാര്യവും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാറില്ല. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇതാക്കിയിട്ട് പറയുള്ളൂ. ദയവേത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉപകാരം കിട്ടുന്നവർ, അതുകൊണ്ടാണ് ഒന്ന് കമന്റ് ഇടാൻ പറഞ്ഞത്. എത്രയോ പേര് മോശമായിട്ട് പറയുമ്പോൾ ഉപകാരം കിട്ടിയവർ കമന്റ് ഇടുമ്പോൾ അത് എനിക്ക് കാണുമ്പോഴും മറ്റുള്ളവർക്ക് കാണുമ്പോഴും അതൊരു എനിക്കൊരു സന്തോഷം ഉണ്ടാകും. എൻ്റെ കണ്ണിങ്ങനെ കിടുകിടുന്ന് തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രെസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, പറയണം എന്നൊക്കെ തോന്നി. ചിലപ്പോൾ ഇതോടുകൂടി ചാനൽ ഭയങ്കര ഡൗൺ ആയിട്ട് പോവാം, വ്യൂസ് ഇല്ലാതാവാം. അതൊക്കെ മറ്റൊരു വിഷയം. അധ്വാനം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അധ്വാനത്തിന് അത്രത്തോളം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇടാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതിൻ്റെ വ്യൂസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. ഇനിയൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ജനങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നല്ല ഓണം കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോയ്ക്ക് 1 ലക്ഷം വ്യൂസാണ് കിട്ടുന്നതെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഇതുപോലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ വന്ന് സംസാരിക്കുന്ന വീഡിയോസിൻ്റെ വ്യൂസ് നിങ്ങൾ നോക്ക്. ഭയങ്കര വ്യൂസ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. കാരണം ജനങ്ങൾക്ക് നമ്മൾ റെസിപ്പീസ് നിനക്ക് നല്ല കണ്ടന്റ് ഇട്ടൂടെ എന്നൊക്കെ എല്ലാവരും അല്ല പറയുന്നത്, കുറച്ച് ആൾക്കാർ പറയും. പക്ഷെ അവർക്ക് ആവശ്യം ബാക്കിയുള്ളവരുടെ എന്താ നടക്കുന്നത്, എന്താണ്, ഏതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ചാനലുകൾ നന്നായിട്ട് റീച്ചിൽ പോകുന്നതും. നമ്മളിങ്ങനെ കണ്ടന്റ് ബേസ് ഇങ്ങനെ ഇട്ടിട്ടിരിക്കുമ്പോൾ എനിക്കൊരു ആവറേജ് ആ ഒരു 1 ലക്ഷം, ആ ഒരു 1.5 ലക്ഷം, 2 ലക്ഷം അതിൻ്റെ മേലെ നമുക്ക് പോകില്ല. എത്ര കഷ്ടപ്പെട്ടാലും അവർക്ക് എന്റർടൈൻമെന്റ് കിട്ടിയാൽ മാത്രമേ അവർ കാണുള്ളൂ. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട. എന്നെ സിമ്പതി എനിക്ക് സിമ്പതി കൊണ്ടോ ഒന്നും എൻ്റെ ചാനൽ ഇതുവരെ ആരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പതി 4 വീഡിയോയ്ക്ക് സിമ്പതി കൊണ്ട് നോക്കുന്ന, ഇത് 3ആണല്ലേ, 4 വീഡിയോയ്ക്ക് സിമ്പതി കൊണ്ട് നോക്കും. പക്ഷെ വീണ്ടും സിമ്പതി കൊണ്ട് ആരെങ്കിലും നോക്കൂ? ഇല്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും നേട്ടം ആ വീഡിയോയിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ സ്ഥിരമായിട്ട് ഒരു ചാനൽ കാണുള്ളൂ. അല്ലാതെ എപ്പോഴും സിമ്പതി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ചോറ് വേവൂല. പിന്നെ അതുപോലെ ലൈക്സിനും ഇതിനും വേണ്ടിയിട്ട് ഇവള് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല, നമുക്ക് പൈസ കിട്ടൂല. നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ട് നമുക്ക് പൈസ കിട്ടൂല. പക്ഷെ കിട്ടുന്നത് വ്യൂസിനാണ്. ഈ ലൈക്കും കമന്റും എന്തിനാണ് ഇടാൻ പറയണതെന്ന് അറിയോ? ആ ഇടുമ്പോൾ ചാനൽ ആ വീഡിയോ എന്തോ നല്ല വീഡിയോ ആണെന്ന് യൂട്യൂബ് അൽഗോരിതത്തിന് തോന്നിയിട്ട് അതങ്ങോട്ട് കുറെ ആൾക്കാരിലേക്ക് 100 പേര് നെഗറ്റീവ് ഇട്ടാലും കൂടും. പക്ഷെ നെഗറ്റീവ് ഒക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളയാടോ. അധികം നെഗറ്റീവ് വരാറില്ല, എന്നാലും വരും കുറച്ചൊക്കെ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലവരിങ്ങനെ പറയും അവളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് റിമൂവ് ചെയ്യുമ്പോൾ അവൾ എന്തെങ്കിലും പറയുന്നുള്ളത്. പിന്നെ ആരെങ്കിലും നോക്കിയിട്ടിരിക്കുമോ? നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ അതിൻ്റെ ന്യായം നമ്മൾ തിരിച്ച് പറയും, ഇങ്ങനെയാണെന്നുള്ളത് പറയും, നമ്മൾ റിമൂവ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പ്രൊഫഷണലി, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രൊഫഷണലി കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതായത് എൻ്റെ ചാനലിലേക്ക് ഒരാൾ വന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാനലാണെന്ന് തോന്നണം. അതുകൊണ്ട് ഞാൻ പ്രൊഫഷണലി കൊണ്ടുപോകുന്ന ഒരാളാണ്. അല്ലാതെ എന്തെങ്കിലും കാണുമ്പോഴേക്കും വേഗം ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് വരുന്ന ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെയിലി 2-3 വീഡിയോ ഇട്ട് മാസം ഒരു 3-4 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്യാറില്ലല്ലോ. മാസം എത്ര ഒരു വീഡിയോ? ഒരു 10-12 വീഡിയോ അല്ലേ ഞാൻ ചെയ്യാറുള്ളൂ. എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വരാണ്. ഞാൻ പ്രൊഫഷണലി കൊണ്ടുപോകുന്നതാണ്. എനിക്കൊക്കെ എന്തോ പറയാണ്ട് പറഞ്ഞോളൂ. ഒന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ വന്ന് തെറ്റിദ്ധാരണയൊക്കെ മാറി. ഇപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യായിരിക്കും.
അറിയില്ല മാറുമോ അല്ല ഇനി ചാനല് ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു ഡീഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേഡീസിനെ പ്രദർശന വസ്തു ആക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീഗ്രേഡ് അതൊക്കെ കുറച്ച് ദിവസം മാത്രമേ പോകുള്ളൂ. അതൊക്കെ എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാല് എത്ര കാലം വെച്ചിട്ട് അങ്ങനെ ഒരേ കാര്യങ്ങൾ പറയും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം, ഇപ്പൊ ഒരു പേടിപ്പിക്കൽ പോലെ പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. ഈ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് വരും, ഈ മെസ്സേജ് നിങ്ങളൊരു 10 പേർക്ക് ഷെയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മ മരിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ മരിച്ചു പോകും, അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആവും എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഇപ്പോൾ ഒരു ഡീഗ്രേഡേഷൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ വ്ളോഗ് കണ്ടുകൊണ്ടാണെന്ന് പറയും. അത് ആക്ച്വലി എന്താ സംഭവം എന്താ വെച്ചാല് കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ പേടിക്കുന്ന ആൾക്കാർ ആ ഒരു പേടിനെ മുതലാക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫുൾ ടൈം എല്ലാരെയും വ്ളോഗ് കാണൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റേതാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിലും മാത്രം നിങ്ങൾ കാണും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ റെസിപ്പി കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ, കണ്ടോളൂ, നോ പ്രോബ്ലം. പക്ഷെ ഇനിയൊരു കാര്യം കൂടി ഉണ്ട്. ഈ സ്ത്രീകൾ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം സ്ത്രീകൾ പുരുഷന്മാരെ പോയി അങ്ങനെയാണെങ്കിൽ എനിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അധികം കാണിക്കാത്തതിന് ഇന്നൊരു വശം അതും കൂടിയാണ്. സ്ത്രീകളുടെ ചാനലിൽ അധികം സ്ത്രീകൾ ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയും കൂടെ ചെയ്യുന്നത്. പിന്നെ അതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. അതുകൊണ്ട് ഇതും കൂടെ കയറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി ചിലപ്പോൾ കുറെ നേരം കഴിഞ്ഞിട്ട് അയ്യോ മറ്റേ കാര്യം പറയുന്നു, ഈ കാര്യം പറയുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മള് ഒരാള് ഇപ്പൊ ഞാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇത്രയും എനിക്കൊരു കമന്റ് വന്ന് കുറെ ഉണ്ടാക്കിയില്ലേ നീ കുറച്ച് മാറി നിന്ന് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെന്റെ ഒരു ജോലിയായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പൊ എല്ലാവരും ഒരു 10-15 കൊല്ലം ജോലി ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ആരെങ്കിലും മാറിക്കൊടുക്കും ഇല്ലല്ലോ. യൂട്യൂബില് കുറേ ചാനൽസ് ഉണ്ട്. സെലക്ട് ചെയ്യേണ്ടത് വ്യൂവേഴ്സ് ആണ്. ആരെ ചാനൽ നോക്കി അവർക്ക് എന്ത് കിട്ടണമെന്നുള്ളത് അവർ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഓൾറെഡി റീച്ച് ഉള്ള ചാനലുകളും അതിനെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനലിൽ റീച്ച് ഉണ്ടെന്ന് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് 24 മണിക്കൂർ തികയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ 1400 ചില്ലാനം ഡേയ്സിൽ ഞാൻ ഇട്ട വീഡിയോസ് ഒരു 1100 വീഡിയോസോളം ഞാൻ ഇട്ടിട്ടുണ്ട്. 958-59 വീഡിയോസാണ് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ചാനലിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ശരിക്കും ഒരു 1100 വീഡിയോസോളം ഞാൻ ഇട്ടിട്ട് കുറേ വീഡിയോസ് പ്രൈവറ്റ് ആയിട്ടും അൺലിസ്റ്റഡ് ആയിട്ടും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പം ആലോചിച്ച് നോക്കണം, ഈ 1400 ചില്ലാനം ദിവസത്തിൽ എത്ര ദിവസം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടന്റുകൾ മാത്രം കൂടുതലായിട്ട് ചൂസ് ചെയ്ത് ടൈറ്റിൽ തമ്മിൽ ചിലപ്പോൾ അതിലേതെങ്കിലും ആ വീഡിയോന്റെ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കാം. പക്ഷെ എല്ലാറ്റിലും 1, 2, 3 റെസിപ്പീസ് ഇട്ടിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ 1200 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇടയിൽ ഒരു ദിവസം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ദിവസം വേണം. ആ ദിവസം പോലും അടുത്ത വീട്ടിൽ നിന്നൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ എൻ്റെ എന്തൊക്കെയോ സ്വന്തമായിട്ടുള്ള ഒരു ബേസിക് മനുഷ്യനെ വേണ്ട ഊണ്, ഉറക്കം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ വെറുതെ ഇരുന്നു കൊണ്ടോ വെറുതെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടോ ഒന്നും നേടിയതല്ല. അതുകൊണ്ട് 100% ഞാൻ എൻ്റെ ഒഴുക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഹലാലായിട്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചാടിക്കയറിയിടാനും പറ്റില്ല. ഇസ്ലാമികമായിട്ടുള്ള എല്ലാം വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാം ക്ലിയർ ആയിട്ടില്ല വേണ്ടിയുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നല്ലോണം ഞാൻ അതിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നൊരു കാര്യം കൂടെ ഞാൻ റിവീൽ ചെയ്യാൻ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എല്ലാവരും പറയുന്ന പോലെ എല്ലാ കാര്യവും, അതായത് എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഇനി കാണിക്കരുത്. കാരണം അസൂയുള്ള കുറച്ച് കണ്ണുകൾ അതിനെ അങ്ങനെ കണ്ടുകൊണ്ട് നെഗറ്റീവായിട്ട് വരുന്നു. ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് നമുക്ക് വരും. എല്ലാം നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഒരുപാട് പേര് പൈസ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ മെസ്സേജ് കാണാതെയോ നോക്കാതെയോ ആവുന്ന സമയത്ത് വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് വന്നിടുന്നുണ്ട്. അവർക്ക് സഹായം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവായിട്ട് നമ്മൾ ഭയങ്കര മോശമായിട്ട് എത്രയോ കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. വാട്സാപ്പിൽ വരെ വാഷിംഗ് മെഷീൻ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മോശമായിട്ട് കമന്റ് ഇട്ട്, അറിയോ വാഷിംഗ് മെഷീൻ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടിന്റെ പീക്ക് ലെവലിൽ ഇരിക്കുന്ന സമയമാണ്. കുറേ മെസ്സേജ് ഉണ്ടാവും പൈസ ചോദിച്ചിട്ട്, 5000 ചോദിച്ചിട്ട്, 10,000 ചോദിച്ചിട്ട്, വാടക അടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവരൊക്കെ നെഗറ്റീവായിട്ട് വന്ന് വരും.
അതൊരു മെയിൻ ഒരു പ്രശ്നം. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം റിവീൽ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നമുക്ക് യൂട്യൂബേഴ്സിന് കുറേ പ്രൊമോഷൻസ് വരും. ഞാൻ അതിന്റെ എമൗണ്ട് വരെ പറയാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അതായത് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ, ഒരു ഗമ്മീസാണ്, നല്ല സംഭവമാണ്, നല്ല റിസൾട്ടൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട്, നല്ലൊരു സംഭവമായിരുന്നു. എനിക്ക് പ്രൊമോഷന് വീണ്ടും വന്നേ. അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എമൗണ്ട് ഒക്കെ സംസാരിച്ച്, ഞാൻ ഈ എമൗണ്ട് വരെ നിങ്ങളോട് ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇനി ഞാൻ ചെയ്യില്ല. ഞാൻ ജീവിതത്തിൽ പഠിച്ച് അങ്ങനെ എല്ലാം എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എല്ലാവരും നല്ല രീതിക്കല്ല അത് എടുക്കുക, അവർക്ക് അസൂയ ഉള്ളിൽ വരും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് മാത്രം ഞാൻ എമൗണ്ട് റിവീൽ ചെയ്യണം. നല്ലൊരു എമൗണ്ട് ആയിരുന്നു. ഞാൻ ഇപ്പോൾ കൈ ഇങ്ങനെ ചൊറിയണമെന്ന് വെച്ചാൽ സോക്സ് കിട്ടിയില്ല, അതുകൊണ്ട് ചൊറിയാൻ പറ്റുന്നില്ല. അപ്പം നല്ലൊരു എമൗണ്ടിന് അവർ സംസാരിച്ച് എല്ലാം റെഡിയാക്കി. മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് മുടി കാണിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ യൂസസ് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അത് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പെട്ടെന്ന് പ്രീതി, അതാണ് അവളുടെ പേര്, ഏജന്റിന്റെ പ്രീതി ചോദിച്ചു, മുടി കാണിക്കോ? ഹിന്ദിക്കാരാണ് കേട്ടോ, അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. എൻ്റെ മുറി ഇംഗ്ലീഷിൽ ഞാനിങ്ങനെ തപ്പിയും തുപ്പിയും ഒക്കെ സംസാരിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണതാണ് ഓരോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു നോ നെവർ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഗൈസ്. അതായത് അവർക്ക് മുടി കാണിക്കണം, അവർ ഇപ്പോഴത്തെ പോളിസി എന്ന് പറയുമ്പോൾ മുടി കാണിക്കണം, അതാണ് അവരുടെ പോളിസി. മുടി കാണിച്ചാലേ എനിക്ക് ആ പൈസ കിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കണ പോലെ 10 20 ഒന്നല്ല, നല്ലൊരു എമൗണ്ടാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാനങ്ങനെ പലതും നോക്കിയിട്ടാണോ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഞാനിപ്പോൾ വീഡിയോ ഷോർട്സ് ഒക്കെ ചെയ്യാറുണ്ട്, മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ ചെയ്യാറുണ്ട്. അതെൻ്റെ മുഖത്തിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അത് തെറ്റാണെന്നും എല്ലാന്നും അങ്ങനെ പല ഇതും വരുന്നുണ്ട്. കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം, കുറ്റമുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അത് ആരെയും വശീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല. അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അതുകൊണ്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് വന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് അപ്ലൈ ചെയ്ത് കാണിക്കണം. അപ്പം മുഖം കാണുന്ന ഭാഗമായതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തു. അപ്പം വേറെ എന്തോ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച്. അടുത്ത് ഷേവിങ് സെറ്റ് പോലെയുള്ള സംഭവങ്ങൾ വരും. ലേഡീസ് ഷേവിങ് സെറ്റ് യൂസ് ചെയ്യാറുണ്ട്, എന്തിനൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനത്തെ സംഭവം വരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലാണ് കാണിച്ചിട്ട് ലേഡീസിന് യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ ഹെയർ റിമൂവ് ചെയ്യണം ഇങ്ങനെ പറ്റുന്നിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത് പലതും നമുക്ക് ലിമിറ്റേഷൻസ്, ഈ പറഞ്ഞ ഈ മുസ്ലിംസിന്റെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടും എനിക്ക് താല്പര്യമില്ല. ഇനിയൊരു പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം, ഇസ്ലാമിലേക്ക് പുതിയ മസാല കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേരുദോഷമുണ്ട്. ഇസ്ലാമിലേക്ക് ഞാൻ പുതിയ മസാല കൊണ്ടുവന്നല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പാരന്റിങ് ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റാനക്കുട്ടീന്റെ മുടി കാണിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അവള് ജസ്റ്റ് 14 വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ടോട്ടലി ഇപ്പൊ കുറച്ച് ദിവസം നമ്മൾ നിർബന്ധിച്ച് ഡോക്ടർ ഫർഹ, നിങ്ങൾ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടാവും. അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. എന്നെ അക്യുപങ്ചറിന്റെ കുറെ ക്ലാസ്സുകൾ എന്നെ എടുത്ത് എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഇപ്പൊ കുറെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യില്ല. പക്ഷെ അവളുടെ ക്ലാസ്സിൽ ഇന്നാളുണ്ടായിരുന്നു ഒരു സംഭവം. അവരുടെ മുറിയിലേക്ക് ഒരു പാരന്റ്സ് വരികയാണ് ഒരു കുട്ടീനെയും കൊണ്ട്. ചെക്കനെ നോക്കിയ സമയത്ത് ശരീരം മൊത്തം ടാറ്റു അടിച്ചിരിക്കുന്നു. നമുക്ക് ടാറ്റു അടിക്കാൻ പാടില്ല, അത് കൂടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ ഉമ്മ നോക്കിയ സമയത്ത് ഒരു മുസ്ലിം വനിതയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ഉമ്മ മോനെ അടുത്ത് ചേർത്തിരുത്തിയിട്ട് ഫർഹാനോട് പറയുന്നതാണ്, എൻ്റെ മോന് ഹാഫിലാണ് മാഡം. ഹാഫിലായ ഒരു കുട്ടി ശരീരം മൊത്തത്തിൽ ടാറ്റു അടിച്ചിരിക്കുന്നു. അപ്പോൾ മോനെ പുറത്ത് നിർത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ചെറുതിൽ തന്നെ എല്ലാം നിർബന്ധിച്ച് ഈ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. നിസ്കാരം കാര്യങ്ങളും മറ്റതും മറിച്ചതും എല്ലാം തന്നെ ഇവർ നിർബന്ധിച്ച് 5 നേരമൊക്കെ നിസ്കരിക്കും. അവസാനം അവൻ പുറത്തേക്ക് പഠിക്കാൻ പോയി. പുറത്ത് മോനെ നോക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് പോയ സമയത്ത് ഈ ഉമ്മ കാണുന്നത് ഈ മോന് ഫുള്ള് ടാറ്റു അടിച്ച് നിൽക്കണത്. ഈ ഉമ്മാന്റെ ബോധം പോയി. ഈ ഒരു ഇത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇതെന്ന് എന്താ സംഭവിച്ചാൽ, നമ്മൾ ഈ മക്കളെ നിർബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുമ്പോൾ ഇവർ നമ്മളിൽ നിന്നും ഈ ഒരു ജനറേഷൻ, ആൽഫ ജനറേഷൻ എന്നാണ് ഈ ഒരു ജനറേഷനെ പറയുന്നത്. നിങ്ങളൊക്കെ ജീവിച്ച ഒരു പഴയ കാലത്തിലെ ജനറേഷനല്ല. നമ്മുടെ മക്കളെ നമ്മുടെ ദീനിൽ പിടിച്ചു നിർത്തി നല്ലപോലെ വളർത്തണമെന്നുണ്ടെങ്കിൽ നല്ലോണം പാടുപെടുന്ന ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനനുസരിച്ച് എൻ്റെതായിട്ടുള്ള ഒരു പാരന്റിങ് മെത്തേഡാണ് ഞാൻ അതിൽ യൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അവൾ ഇഷ്ടപ്പെട്ട അവളുടെ ഹിജാബ് ഇടട്ടെ, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ അവളോട് തന്നെ പറഞ്ഞു, ഓക്കെ നീ ഇപ്പൊ ചെറിയ കുട്ടിയാണ്, കുറച്ച് ദിവസം ഷോൾ, അത് ഷോൾ ഇടാതെയല്ല, ഷോൾ അവൾ ഇടുന്നുണ്ടായി. എന്നെ ഒരുപാട് പരാമർശങ്ങൾ വന്നതാണ്. അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ട അതിനെ സ്വീകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ഓപ്പണായി അധികം പറയാതെ. ഇത് സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾ മുസ്ലിംസ് മാത്രം കാണുന്ന വീഡിയോ അല്ല. ഒരുപാട് പേര് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരു ഇസ്ലാം മതം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അമ്മോ ഇസ്ലാമോ ഇത്രയും കർക്കശമുള്ള മതമാണോ എന്ന് നോക്കിയിട്ട് പേടിച്ചാരും ഓടരുത്.
ഇസ്ലാം അത്രയും മനോഹരമാണ്, അത്രയും നമുക്ക് എന്താ പറയാ, നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇസ്ലാമിനെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. അല്ലാതെ എന്റെ മസാലയൊന്നും അല്ല അത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ ഇഷ്ടപ്പെട്ട ആ ഒരു ഹിജാബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൾ ലൈഫ് ലോങ് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടിടും. അല്ലാത്ത സമയത്ത് എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും +2 കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു. എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് ഇടിയിപ്പിച്ച ഒരു ഹിജാബ് എനിക്ക് വേണോന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഈ കാലഘട്ടത്തിൽ ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത്? പെണ്ണാണാവുന്നു, ആണ് പെണ്ണാവുന്നു, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെ ആരെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എൻ്റെതായിട്ടുള്ള ഒരു പാരന്റിങ് മെത്തേഡ് ഞാൻ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഞാൻ പറയുമ്പോൾ ചിലരോടും കമന്റ് ഇടാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറയും. യെസ്, പക്ഷെ അതൊരു പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇടിച്ചു കയറ്റിക്കൊണ്ടായിരിക്കരുത്, അല്ലേ? എനിക്കറിയില്ല ഇതോടുകൂടെ എന്നെ എത്ര പേര് വെറുക്കും, എന്നെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. എന്നെ ഒരു അഹങ്കാരിയായിട്ട് കണക്കാക്കിക്കോളൂ. എൻ്റെതായിട്ടുള്ള ഞാനൊരു പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഒരു അടിമനെ പോലെ ജീവിക്കേണ്ട ഒരാളല്ല എന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ലേഡീസിന് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവർ മുന്നോട്ട് വരണം, അവർ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കണം. എപ്പോഴും ഒരാളുടെ മുന്നിൽ കയ്യെഴുതി നിൽക്കണം എന്ന് ആഗ്രഹിക്കാതെ, നല്ല ആർജവമുള്ള, മരിക്കാതെ, ഒരുപാട് പേര് അടിച്ചമർത്തുമ്പോൾ മരിക്കാതെ ജീവിതത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വീഡിയോ ഇട്ട എന്നെ ഇവര് പറയുന്നത് ഞാൻ ഇസ്ലാമിനെ അല്ലെങ്കിൽ കുറെ സ്ത്രീകളെ വഴിതെറ്റിക്കാണ്. എങ്ങനെ എനിക്കിതൊക്കെ അംഗീകരിക്കാൻ പറ്റാം? എനിക്ക് അത്യാവശ്യം പ്രതികരണ ശേഷിയോട് കൂടിയാണ് പടച്ചോൻ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ പ്രതികരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ ചാനൽ പൂട്ടാണെങ്കിൽ പൂട്ടിച്ചോളി. നിങ്ങൾക്ക് ആർക്കും വീഡിയോ കാണാതെ ഇരിക്കുകയാണെങ്കിൽ കാണാതെ ഇരുന്നോളി. ഇതല്ലാതെ വേറെയും കുറേ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, യൂട്യൂബ് അല്ലാതെ എനിക്ക് വേറെയും അതൊന്നും അല്ലെങ്കിലും അൽഹംദുലില്ലാ ഞാൻ പഠിച്ച എൻ്റെ പഠനം എനിക്കുണ്ട്. അതൊന്നും കൂടെ പൊടി തട്ടി എടുത്തിട്ട് എനിക്കൊരു ക്ലിനിക്ക് ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഡെയിലി ഒരു 5,000-10,000 ഉണ്ടാക്കി എനിക്ക് മതി. പക്ഷേ പെണ്ണ് സമ്പാദിക്കും. അത് നിങ്ങളല്ല, നിങ്ങളുടെ വല്യപ്പ വന്നാലും ആര് വന്നാലും അതിനെ തടയാൻ പറ്റില്ല. ഒരു കമന്റ് ഉണ്ട്, എല്ലാവരും വീഡിയോ ചെയ്യും, പെണ്ണ് പുറത്തേക്ക് വരേണ്ടവളല്ല, അവൾ ഉള്ളിൽ ഇരിക്കേണ്ടവളാണ്. ഈ കമന്റ് ഇട്ടത് ഒരു പെണ്ണാണ്. ഞാൻ സോഷ്യൽ മീഡിയ മാത്രമല്ല പറയുന്നത്, മൊത്തത്തിൽ ജോലി ചെയ്യണമെങ്കിലും എന്താണെങ്കിലും. ഇനി ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കാണിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കാണിക്കാൻ പാടില്ല എന്ന് ഒരു മഹാന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ അർത്ഥം എന്താ? പെണ്ണിനെ കാണിക്കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പെണ്ണ് പൈസ ഉണ്ടാക്കാൻ പാടില്ല, അതാണ് പ്രശ്നം. ശരി, കഴിഞ്ഞില്ലേ? പിന്നെ മുസ്ലിമിന്റെ പേരിൽ മുസ്ലിം ആയിട്ട് കുറെ എണ്ണം തട്ടടാതാക്ക ഒരുപാട് ആൾക്കാർ എങ്ങനെയൊക്കെയോ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും വിഷയമല്ല കേട്ടാ, അതിനവര് രീതിയിലുണ്ട്. നമുക്ക് ആ രീതിയിലാകാൻ പറ്റില്ല. ഇതൊന്നും നമ്മൾ ആരെയും പേടിച്ചിട്ടോ ഇല്ല ജനങ്ങളെ പേടിച്ചിട്ടോ ഒന്നും ഞാൻ തട്ടിടുന്നതല്ല. എനിക്ക് വേണമെങ്കിൽ എന്താപ്പോ എന്നെ ആരെങ്കിലും തൂക്കിക്കൊല്ലോ തട്ടൂരിയാല് എനിക്ക് എന്റേതായിട്ടുള്ളൊരു എന്റേതായിട്ടുള്ളൊരു ഇഷ്ടങ്ങളുണ്ട്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. അത് എൻ്റെ കംഫർട്ടായിട്ടുള്ളത് ഞാൻ ചെയ്യുന്നു, അല്ലാതെ ആരും പേടിച്ചുകൊണ്ടോ ഒന്നുമല്ല. ഈ പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ശരിക്കും ഈമാൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കൂല. തടഞ്ഞോളൂ, തിന്മ കണ്ടാൽ തടഞ്ഞോളൂ. മാന്യമായിട്ടുള്ള രീതിയിൽ ആരും പേരുകൾ എടുത്ത് പറയാതെ അല്ലെങ്കിൽ അവരെ ഫോട്ടോസ് യൂസ് ചെയ്യാതെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടാ, സത്യം പറഞ്ഞാൽ ഒരാളിനെ പേഴ്സണലി വേദനിപ്പിക്കാനോ അറിഞ്ഞോ അറിയാതെ വേദനിപ്പിക്കാൻ പേടിയാണ്. കാരണം അവരുടെ ഒരു കണ്ണീര് മതി ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കും. ഏറ്റവും അവസാനം ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് 2-3 വർഷം മുമ്പ് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പെണ്ണിന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് വന്ന പ്രോബ്ലമാണ്. കൊല്ലത്തിൽ, ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. അന്ന് ഞാൻ അനുഭവിച്ച വേദന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് എന്തിനാണ് മരിക്കുന്നത്, മരിക്കണ്ടായിരുന്നു, ജീവിക്കായിരുന്നു. പിന്നെ അതുപോലെ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പട്ടി ഇല്ല, ഞാൻ പറയും, ഒരു പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരിക്കണോ? ഇല്ല. പേപ്പട്ടി കടിച്ചത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, അത് പേപ്പട്ടിയുടെ തെറ്റാണ്. ഒരു ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പേപ്പട്ടിയുടെ വിഷബാധ പോയി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വിഷബാധ പോയി കിട്ടും. നിങ്ങൾ ശുദ്ധമാണ്, നിങ്ങൾ എപ്പോഴും ശുദ്ധമാണ്. അതാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ ഒരു ലേഡി ആരാന്നൊന്നും പറയുന്നില്ല, പൈസയ്ക്കും വേണ്ടിയിട്ട്
ഭയങ്കരമായിട്ട് മാറ്റി മറിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് ചെയ്ത് എന്നെ പിടിച്ചു നിർത്തി. അത് എനിക്ക് മരിച്ചു കിട്ടിയാൽ മതി എന്ന് വരെ തോന്നി. ഞാൻ നല്ലൊരു കാര്യം ചെയ്തിട്ട് എന്താ റബ്ബേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് 6 മാസം എൻ്റെ കണ്ണീരിന് അതേ സോഷ്യൽ മീഡിയയിൽ അതേ സംഭവത്തിൽ ആ ലേഡീനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിട്ട് അതേ വീഡിയോസിന്റെ താഴെ സിലൂന് ഓർമ്മ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചതടിക്കും. അതിന്നല്ലെങ്കിൽ നാളെ. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ആരും അങ്ങോട്ട് ഒന്നിനും പോകാറില്ല. അതെൻ്റെ ഹസ്ബൻഡിന്റെ കാര്യത്താണെങ്കിൽ പോലും മൂപ്പർ ഇങ്ങോട്ട് വന്ന് ചൊറിയാന്നല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി ചൊറിയാറില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല എനിക്ക്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഞാൻ ഒന്നും ചെയ്യാറില്ല. കാരണം അതിനുള്ള ടൈം എനിക്കില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണ് നമ്മുടെ കണ്ടന്റ്. ആ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം അത് അത്രയും പെർഫെക്ഷനോടെ ചെയ്ത് അത് അപ്ലോഡാക്കി അടുത്തത് പുതിയത് കൊണ്ടുവരണം. ഞാൻ എപ്പോഴും ഒരേ സാധനം കാണിക്കാറില്ല. കാരണം കാണുന്ന ആൾക്കാർക്ക് പുതിയത് എന്തെങ്കിലും കിട്ടണം, പുതിയ കണ്ടന്റ് ആയിരിക്കണം, മടുപ്പ് തോന്നരുത് പറഞ്ഞിട്ട് പുതിയ റെസിപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ആർഭാടം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല, അവർ ഭയങ്കര ആർഭാടമാണ്, കറണ്ട് ബില്ല് ഉണ്ടെങ്കിൽ അവർ കട അടയ്ക്കുക, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. എനിക്കൊരു അടുപ്പ് വാങ്ങാൻ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അടുപ്പ് ഉള്ളിൽ നിന്ന് തീ കത്തി പടർന്ന് പിടിച്ച് പേടിച്ചിട്ട് അടുപ്പിനെ കൊണ്ട് പുറത്ത് വെച്ചിട്ട് ഇപ്പോൾ കറണ്ട് അടുപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് എല്ലാറ്റിലും പറയാനും പറ്റില്ല. പക്ഷെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ആൾക്കാരെ തെറ്റിദ്ധാരം നമുക്ക് മാറ്റാനും സാധിക്കില്ല. പക്ഷെ എങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആരും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ വെറുപ്പിക്കാനോ വേണ്ടിയിട്ട് ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാവരും ഫുള്ളായിട്ട് കാണൂല എന്ന് അറിയാം, എങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും ഇതൊരു ക്രിഞ്ചായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മാറ്റുകയും ചെയ്യും. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് വരെ ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് ഞാൻ പറയില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ എൻ്റെ പൈസ ചിലവാക്കി ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇനി ഒന്നും പറയില്ല. അതൊക്കെ എനിക്ക് വാശിയും ദേഷ്യമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരെയും മാക്സിമം വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് വേദനിപ്പിക്കാൻ പോകാത്ത ഒരാളാണ്. ആരുമായിട്ട് എനിക്ക് യൂട്യൂബിൽ യാതൊരു ഇതൊന്നുമില്ല. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നല്ല മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം ഇത്രയും വർഷക്കാലത്തെ ജീവിതത്തിൽ വെച്ചിട്ട് പാവമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായതോടുകൂടി കിട്ടിയ ഊർജ്ജവും ആർജവും എനിക്കുണ്ട്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ അടിച്ചമർത്താനോ താഴ്ത്താനോ വേണ്ടിയിട്ട് ഒന്നും ചെയ്താൽ ഇപ്പോഴും ഇവിടുത്തെ രാജാവ് ഇങ്ങേര് തന്നെയാണ്. മനസ്സിലായില്ല? ഇങ്ങേര് തന്നെയാണ് ഇവിടുത്തെ രാജാവ്. എന്നെ നല്ലോണം ദ്രോഹിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ പൈസ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. ഞങ്ങൾ ഹാപ്പി ആയിട്ട് മാക്സിമം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് ഇനിയൊരു കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയി ജീവിച്ചോടെ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ പോളിസി വേറെയാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ എപ്പോഴും പെണ്ണുങ്ങൾക്ക് ഭർത്താവ് ശരിയില്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ഭർത്താവ് സുഖമായിട്ട് വേറെ പെണ്ണും കെട്ടിയിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കും. നമ്മൾ മക്കളെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുക. ഇത് ഞാൻ ചിന്തിച്ച സമയത്ത് വിടമാട്ട്. അതാ വിടമാട്ടെ, ഞാൻ വിടൂല. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ വെച്ചിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സെയിം അതേ ലെവൽ കഷ്ടപ്പാട് ഇദ്ദേഹം പെടണം. കാരണം ഇദ്ദേഹത്തിന്റെ മക്കളാണ് അല്ലേ, നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നൊന്നല്ലോ. സോ ആ ഒരു പോളിസിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ മക്കളെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദിച്ച് കഷ്ടപ്പെട്ട് സന്തോഷത്തോടെ കുറേ പ്രശ്നങ്ങളോടെ ഒക്കെയാണ് ജീവിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ഒരു ഗുണം എപ്പോഴെങ്കിലും, ചിലർ മരിക്കാൻ തീരുമാനിച്ചവർ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വരെ കമന്റ് ഇട്ട ആൾക്കാരുണ്ട്. പ്ലീസ് ഈ ഒരു വീഡിയോക്ക് ദയവ് ചെയ്ത് കമന്റ് ഇടുക. നിങ്ങൾ കമന്റ് ഇട്ടത് കൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി വെളിവാകിയേ നിങ്ങൾ ആരെങ്കിലും അറിയോ ഒന്നുമില്ല. പ്ലീസ് 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 എന്തെങ്കിലും ഒരു കമന്റ് ഇടാം. ഉപകാരമുണ്ട് സിലുവിന്റെ വീഡിയോ, സിലുവിന്റെ ചാനൽ ഉപകാരമുള്ള ചാനലാണ്. ഞാൻ പൊക്കി പറയാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇപ്പം എനിക്ക് ആവശ്യമാണ്. ഈ ഒരു കമന്റ് കണ്ടിട്ടെങ്കിലും എന്നെ ആരും ദ്രോഹിക്കാൻ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ബാക്കി പുറകെ ഓരോന്ന് നടന്ന് എനിക്ക് അതിനൊന്നുള്ള സമയമില്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ, എന്നെ അഹങ്കാരമായിട്ടും അങ്ങനെയൊക്കെ തോന്നുന്നവർ, ഇനി കാണണ്ടെന്ന് തീരുമാനിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും തീരുമാനിക്കാം. ഈ വഴി കാണിച്ചു തന്നതും പഠിച്ചോനാണ്, ഇതല്ലെങ്കിൽ വേറെ വഴി കാണിച്ചു തരാൻ പോകുന്നതും പഠിച്ചോനാണ്. കാരണം ഇത്രയും മക്കളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോൻ തന്നൊരു വാക്കാണ്, ദാരിദ്ര്യം മേടിച്ച് നിങ്ങൾ മക്കളെ കുറവാക്കാതിരിക്കുക, അല്ലെങ്കിൽ മക്കളെ കൊല്ലാതിരിക്കുക, അവർക്കുള്ള ഭക്ഷണം തരുന്നത് ഞാനാണെന്നുള്ളത് അത് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ യൂട്യൂബിൽ വന്നതുകൊണ്ട് നിനക്ക് ഇതൊക്കെ പറയാനുള്ള യോഗ്യത ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ട് വരണ്ട. ഓക്കെ, എൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് നിങ്ങൾ ആരുമല്ല, കുറച്ച് ആൾക്കാർ ആരുമല്ല. അത് പഠിച്ചോനും ഞാനും തമ്മിലുള്ളൊരു കാര്യമാണ്. എൻ്റെ നിയത്തിനനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ നിയത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ നിയത്ത് എനിക്കും അറിയില്ല. സോ അതൊക്കെയാണ് ഉള്ളത്. ഇത് ഫ്രസ്ട്രേഷൻ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വിഷമോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സോറി.
മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ഇക്ക എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല. ശരി. തട്ട എല്ലാരെയും നല്ലത് മാത്രം പറയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല, നാട്ടുകാരെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള എല്ലാ കാര്യവും എനിക്കറിയാം. എങ്കിലും ചില സമയം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് തോന്നി ഇങ്ങനെ ഒന്നും കൂടെ പറയണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ ഒരു എൻ്റെ അൺടോൾഡ് സ്റ്റോറി ഇട്ട സമയത്ത് പെട്ടെന്ന് ഞാനും ഭർത്താവും ഒരു ദിവസം പെട്ടെന്ന് അടി ഉണ്ടാക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ഭയങ്കര പ്രശ്നമായി. ഓക്കെ, എനിക്കൊരു കണ്ടന്റായി എന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ അല്ല അത്. 1 മണിക്കൂറിലും മുകളിൽ ടൈമുള്ള ഒരു വീഡിയോ ആയിരുന്നു. എൻ്റെ ഒരു 10-17 വർഷത്തെ എൻ്റെ ലൈഫ് സ്റ്റോറി എന്തൊക്കെയായിരുന്നു, എന്നിട്ട് എങ്ങനെ സക്സസ് ആയി നിൽക്കുന്ന ആ ഒരു സംഭവം ലൈവായിക്കൊണ്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിനെ പോയിട്ട് അത് കണ്ടന്റ് എന്നാൽ പിന്നെ ആ ഒരു കണ്ടന്റ് എനിക്ക് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തൂടെ? എന്തോരം ഒരു കുടുംബത്തിൽ പ്രശ്നം അടിയും വഴക്കും ഒക്കെ ഉണ്ടാവുന്നു, അതൊക്കെ അപ്പം പിന്നെ കണ്ടന്റ് ആക്കിക്കൂടെ? ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ എൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അവർ സ്വയം സ്ത്രീകൾ, ലേഡീസ് ഞാൻ പറയാം, അവർ സ്വയം ചിന്തിച്ച് വെച്ചിരിക്കും നമ്മൾ ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആണുങ്ങളാണ് ചെയ്യേണ്ടത്, എല്ലാം അങ്ങനെയാണ് വേണ്ടത്, ആണാണ് രാജാവ്, ആണ് മാത്രമേ ഇത് പറ്റുള്ളൂ, നമ്മൾ ലേഡീസ് വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടവരാണെന്നും വേറൊന്നിനും നമുക്ക് ചെയ്യാൻ പാടില്ല എന്നും വിചാരിച്ചുകൊണ്ട് സ്വയം അടിമയായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ വിചാരിക്കും ഇവള് ഭർത്താവിനെ അടിച്ചമർത്തുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറച്ച് പുരോഗമന ചിന്താഗതിയോടുകൂടി ജീവിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. അതിനൊരു ഉദാഹരണം. ഞാൻ അക്യുപങ്ക്ചർ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് പേര് എന്നോട് പഠിച്ച ഒരാളാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ അക്യുപങ്ക്ചർ പഠിച്ചിട്ടും എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നു എന്നുള്ളത്. ഞാൻ തന്നെ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ് എന്താണെന്ന് വെച്ചാൽ, അക്യുപങ്ക്ചർ പഠിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് മരുന്നിനാണെങ്കിലും ഹോമിയോ എല്ലാറ്റിനും എതിരായിട്ട് ഭയങ്കര ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അതായത് ശരിക്കും അതൊരു വിഡ്ഢിത്തരമാണ്. എല്ലാറ്റിലും നന്മയുണ്ടാവും, എല്ലാറ്റിലും നല്ലതുണ്ടാവും, എല്ലാം സ്വീകരിക്കുക എന്നുള്ള ആ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു കയ്യോ കാലോ ഒടിഞ്ഞ് തൂങ്ങിയ ഒരാൾ അക്യുപങ്ക്ചറിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമോ? എവിടേക്കാണ് അവർ പോവുക? ഇംഗ്ലീഷ് മരുന്നിന് തന്നെ പോകണം. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ എല്ലാറ്റിലുള്ള നന്മകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ലൈഫിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുരോഗമനത്തിനോടൊപ്പം ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചത്. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. അതാണ് വാസ്തവം. എല്ലാറ്റിലുള്ള നല്ലത് സ്വീകരിക്കുക എന്നിട്ട് അത് പറയാന്നുള്ളത്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും പേഴ്സണലി, ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, പേഴ്സണലി അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എന്തെങ്കിലും ഒരു ഇതിനെതിരെയോ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് ഹറാസ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ ഒരു മുഖം, അതും വല്ലപ്പോഴും മാത്രമേ എൻ്റെ മുഖം കാണുന്നുള്ളൂ. ബാക്കി ഫുള്ളും എൻ്റെ കൈ അങ്ങനെയൊക്കെ കാണുള്ളൂ. പിന്നെ കത്തിരിക്ക, കുമ്പളങ്ങ, പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞ പോലെയുള്ള സാധനങ്ങൾ കാണുന്നത്. ഇങ്ങനെ കാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആർക്കാണ് അതിലൊരു ഛേദം വരുന്നത്? അതിൽ നിന്നും ഒരു 10 പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ 10 പൈസ അല്ല, ലക്ഷങ്ങൾ തന്നെയാണ്. അങ്ങനെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും നോക്കുന്നുണ്ട്. ആർക്കാ പ്രശ്നം? എല്ലാവർക്കും എന്താ ആവശ്യം എന്നറിയോ? ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വഴിയില്ലാന്ന് വെക്കി. എത്രയോ പേര് ഭർത്താവ് സമ്പാദിക്കാതിരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾ നല്ലവളല്ല. അത് മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ കുറച്ച് പേര് മാത്രം അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും നല്ല മനുഷ്യന്മാർ തന്നെയാണ് ഞാൻ പറയാം. അപ്പൊ സ്ത്രീ സമ്പാദിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോയി. അവള് തെണ്ടണം. അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ അടുത്തോ പോയിട്ട് സമ്പാദിക്കാതെ അയ്യോ എനിക്ക് ജീവിക്കാൻ വക്കില്ലേ, എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് വക്കില്ലേ എന്ന് പറഞ്ഞ് തെണ്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സഹതാപം ഉണ്ടാവും. അവളെങ്ങാനും നല്ല രീതിക്ക് അവളുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞ ആ ഒരു പോയിന്റിലുണ്ടല്ലോ, ഇനി എന്തിന് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യണം? അങ്ങനത്തെ ഒരു ചിന്താഗതി തോന്നുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പഠിച്ചതാണ്, ഇനി നമ്മുടെ നന്മകൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ പോലെ എല്ലാ ആൾക്കാർ ചിന്തിക്കാന്നുള്ളത്. പക്ഷെ പോസിറ്റീവായിട്ട് എൻ്റെ നന്മ കണ്ട് എൻ്റെ വിജയം കണ്ട് സന്തോഷിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാം ഞാൻ പറഞ്ഞു, അവരോട് എനിക്ക് ഒരുപാട് നന്മയുണ്ട്. ചിലപ്പോൾ ഇതോടുകൂടെ എൻ്റെ എന്താ പറയുക, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള ഈ വീഡിയോസ് കാര്യങ്ങൾ ചിലപ്പോൾ ആരും കാണാതെയോ, അതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല. എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. സ്ത്രീകളെ വെറും അടിമകളാക്കി നിങ്ങൾ ആരൊക്കെ ഉള്ളിലിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നോ ഒരാളെങ്കിലും കാണാനുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. അതല്ല ഇനി ആരും കാണാനില്ല, എല്ലാം കൊണ്ട് നശിച്ചെന്നുണ്ടെങ്കിൽ എനിക്കിനി വീഡിയോ ചെയ്യാതിരുന്നാലും എനിക്ക് കുഴപ്പമില്ല.
അതല്ലെങ്കിൽ വേറെ കയ്യും കാലും ഉള്ളിടത്തോളം, എനിക്ക് കുറച്ച് മനസ്സുള്ളിടത്തോളം, ആരെയും ശല്യം ചെയ്യാത്ത ഒരു മനസ്സുള്ളിടത്തോളം, ആരെയും വേദനിപ്പിക്കാത്ത ഒരു മനസ്സുള്ളിടത്തോളം കാലം ഞാൻ പണിയെടുത്ത് ഞാൻ ജീവിക്കും. ഞാൻ വെറും ഒരു പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് പ്രസവിക്കാനും വേണ്ടി മാത്രം. ചിലർ പറയുന്നുണ്ട് ഇവള് ചാനലിന് വേണ്ടിയിട്ട് നടന്ന് പ്രസവിക്കുകയാണ് എന്നുള്ളത്. എൻ്റെ ചാനലിൽ നിന്നല്ല, മറ്റ് ചാനലുകളിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ പ്രസവിക്കുന്നത് എൻ്റെ ശരീരം കൊണ്ടാടോ. ഞാൻ അന്തസ്സായിട്ട് അവരെ ഞാൻ പോറ്റുന്നുണ്ട്. ആരും മുന്നിൽ ഞാൻ എന്താ പറയുക, കൈനീട്ടി ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലുന്നില്ല. അപ്പം എൻ്റെ പ്രസവമാണെങ്കിൽ നിങ്ങൾ അതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് 4 മക്കളുണ്ട്. ആകെ ഒരെണ്ണം മാത്രമേ യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ പ്രസവിച്ചിട്ടുള്ളൂ. അപ്പം അതുപോലെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ല. പ്ലീസ് അത് നിങ്ങൾ മനസ്സിലാക്കൂ. സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസവത്തിലും എന്തൊക്കെയാടോ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ്. എൻ്റെ ഒരു സുഹൃത്ത് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പറയുന്ന വീഡിയോ ഒക്കെ ഇട്ടതിന് അവർ കേൾക്കേണ്ടത് വയറ്റിലുള്ള കുട്ടിക്ക് ഓട്ടിസം വരണം പോലും. എന്തോ ഒരു ചിന്തയാണ്. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ ഗവൺമെൻറ് കടന്ന് പാടുപെടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ ശരിക്കും അതൊക്കെ എത്ര വിഷമമുള്ളതാണ്. അവരവരുടെ ആ സ്വന്തം കുടുംബത്തിൽ വരട്ടെ. പിന്നെ പറയുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടാണ്, അസ്ല ജാസ്മിൻ പോലെയുള്ളവർക്ക് മാറാരോഗം കൊടുക്കട്ടെ എന്ന്. അസ്ലെ ജാസ്മിൻ ഇടുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളോ അവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളോ ഒന്നല്ല. ഇതൊന്നും കാണാനുള്ള ടൈമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണാതിരിക്കൂ. ഇവർക്കൊക്കെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഒരു മാറാരോഗം കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സാധനങ്ങളാണ്, എന്താ പറയുന്നതൊക്കെ. മനുഷ്യനല്ലടോ. സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് അതുപോലെയൊക്കെ വന്ന് എന്ത് വേദനിക്കും. ആർക്കും തിന്മ ആഗ്രഹിക്കാതിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കും, അവോയ്ഡ് ചെയ്യൂ. മനസ്സുകൊണ്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്യൂ, കുഴപ്പമില്ല. പക്ഷെ ആർക്കും ദോഷം ചിന്തിക്കാതിരിക്കും. എങ്ങനെ മറ്റൊരു മതസ്ഥർ, ഈ മുസ്ലിമായ ആൾക്കാർ ഇത്രയും മോശമാണ് എന്ന് തോന്നുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് നിങ്ങളിങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ഇടാതിരിക്കുക. എന്തിനാണ് സ്വയം ഇങ്ങനെ വില കെടാനും വേണ്ടിയിട്ട്? ഇസ്ലാമിലെ നിർബന്ധമുണ്ടോ? ലാ ഇക്രാഹ ഫിദ്ദീൻ, അതല്ലേ? ഞാൻ മറന്നുപോയി. ഇസ്ലാമിലെ നിർബന്ധമില്ല. ആരും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ ഇസ്ലാമിൽ നിൽക്കുന്നവരെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നോ നിർബന്ധിച്ച് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പഠിച്ചോനെന്താ ആള് തികയാനിട്ട് നിങ്ങൾ ആളെ കൂട്ടിയിട്ടിരിക്കുകയാണോ? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു കൊടുത്തോളൂ. കമൻ്റ് ഇടുന്നവരോടോ ഞാൻ പറയുന്നത്, പറഞ്ഞു കൊടുത്തോളൂ, വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു കൊടുത്തോളൂ. പക്ഷെ ശപിക്കുന്നത് അവനവൻ്റെ തലയ്ക്ക് നേരെ വന്ന് വീഴും, ഇന്നല്ലെങ്കിൽ നാളെ. ശരി.